നമുക്കൊന്നും അഹങ്കരിക്കാൻ ഒന്നും പടച്ചോൻ ഒരു വകുപ്പും തന്നിട്ടില്ല. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തമൊന്ന് നിലച്ചു കട്ട പിടിച്ചാൽ നമ്മൾ മയ്യിത്തുകളാണ്. ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം ഒന്ന് നിലച്ചു ഒരു 10-20 സെക്കൻഡ് സമയത്തേക്ക് ശ്വാസം പോയാൽ പിന്നീടുണ്ടാകുന്ന അസ്വസ്ഥത എത്രയായിരിക്കും? പടച്ചറബ്ബ് നമുക്ക് ചിന്തിക്കാനും കാണാനും കേൾക്കാനും നടക്കാനും എല്ലാത്തിനുമുള്ള അവയവങ്ങളും നിഅമത്തുകളും പടച്ചറബ്ബ് തന്നു. ആ തന്നതുകൊണ്ട് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചോദിക്കാനും സംശയം ദൂരീകരിക്കാനും വായിക്കാനും ഒക്കെ ആ സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത് ഇറങ്ങിയ ആയത്ത് പോലും നമ്മളെ പഠിപ്പിക്കുന്നത് വായിക്കുക എന്നാണ്. നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. വായിക്കാതെ പഠിക്കാതെ നമുക്കൊരു മതത്തിന്റെ ആളായി മാറാൻ കഴിയില്ല. ആദ്യമായി ഹിറാ ഗുഹയിൽ വന്നിറങ്ങിയ ആയത്തുകളിൽ ആദ്യത്തെ 5 ആയത്തുകളിൽ 3 തവണ ആവർത്തിച്ചു പറഞ്ഞ വാക്കേതാണ്? ഇഖ്റ, വായിക്കുക എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 2 ഇടങ്ങളിലായി വായിക്കുക വായിക്കുക എന്ന് പറഞ്ഞതിന്റെ സൂചന തന്നെ മനസ്സിലാക്കാൻ കഴിയും. അറിയാനും വായിക്കാനും ശ്രമിക്കുക എന്നതാണ് പ്രധാനം. അതിനുവേണ്ടി പടച്ച റബ്ബ് നമ്മളോട് പറയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണ് തന്നില്ലേ, കാണാനുള്ളത് തന്നില്ലേ, വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും നിങ്ങൾക്ക് സംസാരിക്കാൻ അവൻ നൽകിയില്ലേ? എത്ര വ്യക്തമാണ് പടച്ച റബ്ബിന്റെ ചോദ്യം. ആ റബ്ബ് നമുക്ക് നൽകിയതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, കാതുള്ളവരോട് കണ്ണുള്ളവരോട് ഹൃദയമുള്ളവരോടെല്ലാം അത് ലഭിച്ചതിന്റെ പേരിൽ ആ അനുഗ്രഹങ്ങളൊക്കെ എന്താ ചെയ്തത് എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ? ശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പരലോകം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാമാകുന്ന യഥാർത്ഥ മതത്തിന്റെ വക്താക്കളാകാൻ നമുക്ക് കഴിയലാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിന്റെ അടുത്ത് മതം ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത ഒരു മതം സ്വീകരിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് പരലോകത്തത് സ്വീകരിക്കപ്പെടൂല. ആ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 2 അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇസ്ലാമിനെ സ്വീകരിക്കേണ്ടത്. തനിക്കിഷ്ടപ്പെട്ടതുപോലെ താൻ സ്വീകരിച്ചതുപോലെ തനിക്ക് തോന്നിയതുപോലെയായി മാറാൻ പറ്റൂല. എന്റെ മുമ്പുണ്ടായിരുന്നവരൊക്കെ എന്താണോ ചെയ്തത് അതെന്നെ ചെയ്താൽ മതി, അതൊക്കെ ഇസ്ലാമാണെന്ന് ധരിക്കാൻ പറ്റൂല. നാട്ടിലെ ഭൂരിപക്ഷം ആളുകളൊക്കെ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇസ്ലാമാണെന്ന് ധരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോട് പറയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വരുന്നതാണ്. അല്ലാഹു തആല വഹീന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യർക്കും എങ്ങനെ ജീവിക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് സന്മാർഗം പഠിപ്പിച്ചു തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ സന്മാർഗമാകുന്ന വഹയ സ്വീകരിച്ചാ പേടിക്കേണ്ടി വരൂല, വിഷമിക്കേണ്ടി വരൂല, സങ്കടപ്പെടേണ്ടി വരൂല. അള്ളാഹുവിന്റെ കലാം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണത്. അതുകൊണ്ടാണ് അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് സന്മാർഗാണ്. ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചു ജീവിച്ചോളൂ. ഇത് ഹുദയാണ്, നേർവഴി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ്. നാട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു ടെലിവിഷൻ, അത് മേടിച്ച് കടയിൽ നിന്ന് പോരുന്ന സമയത്ത് അവർ ചെറിയൊരു ബുക്കിലിട്ട് തരും. ഇതാ മാനുവലാണ്. എന്താ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക. മനുഷ്യനെന്ന കോടാനുകോടി ജീവികൾക്കിടയിലെ ഒരു ജീവിയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചതാണ് ഈ വേദഗ്രന്ഥം. അത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ ദിവ്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ സന്ദേശം വന്നത്. അത് വെറും ഒരു വാക്കല്ല,
നബി തങ്ങൾ സ്വയം തോന്നി പറഞ്ഞ് വിളിച്ചു പറഞ്ഞതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. ആ നബി ഇങ്ങനെ ഖാല റസൂലുള്ളാഹി എന്നാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നബിക്ക് വഹ്യ് കിട്ടുക. നബി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എവിടുന്നാണ്? നബിക്ക് വഹ്യ് കിട്ടുന്നതാണ്. നബി തങ്ങൾ പറയുന്ന മതവിധികൾ എവിടുന്നാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കുകളുടെ നേതാവ് വന്നുകൊണ്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്നതാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ വഹി എന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമ്മുടെ ഏറ്റവും പ്രധാനമായ ബാധ്യത പ്രമാണ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കലാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ പറയുന്നുണ്ട്, തറക്തു ഫീക്കും അംറൈൻ. അടുത്ത വർഷം ഹജ്ജിന് വരുമ്പോ ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല, നിങ്ങളുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മരിച്ചാലും തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചാണ് പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. അത് സ്വീകരിച്ചോല് പിഴച്ചോരല്ല, അത് മുറുകെ പിടിച്ചവർ പുത്തംവാദിയല്ല, അത് ശരിയാമണ്ണം പാലിച്ചവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളും മുവഹിദീങ്ങളും. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല, നശിക്കൂല. ഏതാണ് രണ്ട് കാര്യം? കിതാബ് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആൻ പഠിക്കലാണ്. വസുന്നത റസൂലിഹി, നബി തങ്ങളുടെ ചര്യയാണ് രണ്ടാമത്തേത്. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ ഈ മതത്തിന്റെ ഏറ്റവും രണ്ട് പ്രമാണമാണ് അവൻ മുറുകെ പിടിക്കുന്നത്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അപ്പൊ ഖുർആനും പഠിക്കണം, ഹദീസും പഠിക്കണം. ഈ കാര്യത്തിൽ മറുപടി ഉണ്ടാകണമെങ്കിൽ ഇത് ജീവിതകാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എവിടെയും പാലിക്കേണ്ടതാണ്. ജനന വീട്ടിലും മരണ വീട്ടിലും ഇത് പാലിക്കാനുള്ളതാണ്. കല്യാണ വീട്ടിലും മറ്റേതേത് സന്ദർഭത്തിലും ഇത് പാലിക്കാനുള്ളതാണ്. ഈ ദീന് മനുഷ്യന്റെ ജീവിതത്തെ വിലയിരുത്തപ്പെടുന്നത് ഖബറിനകത്ത് ഇറക്കി വെച്ചാൽ പോലും വമാദീനുക, നിന്റെ ദീനേതാന്നൊരു ചോദ്യമുണ്ട്. ആരാ നിന്റെ റബ്ബ് എന്ന ചോദ്യമുണ്ട്. അല്ലാഹു റബ്ബി വൽ-ഇസ്ലാമു ദീനി. ഇത് പറയാൻ കഴിയണമെങ്കിൽ അത് പാലിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ എന്ന ഹുദയാകുന്ന ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ കൽപ്പന നമ്മുടെ നാട്ടിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഈ നാട്ടിലെ പത്തനാപുരം അങ്ങാടിയിലെ വെസ്റ്റ് പത്തനാപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശബ്ദം കേൾക്കുന്നവരോടാണ് പറയുന്നത്. അള്ളാന്റെ ഖുർആനിലെ 6236 ആയത്തുകൾക്കിടയിലെ ഒന്നാമത്തെ കൽപ്പന നമ്മളിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? എത്ര ഉസ്താദുമാർ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? നമ്മൾ ആരെങ്കിലും അത് ഇരുന്ന് വായിച്ചിട്ടുണ്ടോ? ഒന്നാമത്തേത് ഇനി അവിടുന്ന് അങ്ങോട്ട് 1000 ആക്കിയ 100 കണക്കിന് വേറുണ്ട്. ഒന്നാമത്തത് പഠിച്ചിട്ടുണ്ടോ? എന്താ ഒന്നാമത്തെ കൽപ്പന? ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അടുത്തത് അൽ ബഖറ. അവിടെ ഒന്നും കൽപ്പിച്ചിട്ടില്ല. രണ്ടാമത്തെ പേജ് എത്തുമ്പോ ഒരു കൽപ്പന വരുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരേന്ന് വിളിച്ചിട്ടൊരു കാര്യം ആദ്യമായി ഖുർആൻ കൽപ്പിക്കാൻ പോവുകയാണ്. എന്താ കൽപ്പന? ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെയെല്ലാം സൃഷ്ടിച്ചവൻ ആരാണെങ്കിൽ അവനെ ആരാധിക്കണം. എന്നിട്ട് അവസാനം പറയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണിത് പറയുന്നത്. ഒന്നാമത്തെ കൽപ്പന. 17 തവണ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീനാണ്, മാലിക് യൗമിദ്ദീനാണ്, റഹ്മാനാണ്, റഹീമാണ് എന്നൊക്കെ സമ്മതിച്ചിട്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം നേടുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് പാലിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഇനി ഖുർആനിൽ ഒന്നാമതായി നിരോധനം പഠിപ്പിച്ച ആയത്ത് അൽ ബഖറയിൽ തൊട്ടടുത്ത 22ാമത്തെ ആയത്ത്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ,
നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അല്ല കാണുന്ന പോലെ ഇന്നയാള് കാണും, അല്ല രോഗം മാറ്റുന്ന പോലെ ഇന്നയാള് രോഗം മാറ്റും, അല്ല ലോകം നിയന്ത്രിക്കുന്ന പോലെ ഇന്ന മഹാന്മാരൊക്കെ ലോകം നിയന്ത്രിക്കും. ലോകം നിയന്ത്രിക്കുന്നതൊക്കെ ഔലിയാക്കന്മാരും മഹാന്മാരുമാണെന്നൊക്കെ നിങ്ങൾ എങ്ങനെയാ പറയാ? ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യരുത്. അറിയാതെ സംഭവിക്കാം, പക്ഷെ അറിവുള്ളായിരിക്കെ മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട് പിന്നെയും നിങ്ങൾ ആ അവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ അല്ലാഹു തആല ഈ ദുനിയാവിൽ പടച്ചിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മൾ കച്ചവടത്തിനൊന്നും വന്നല്ലോ ഇവിടെ, നമ്മൾ ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ വന്നതല്ല. അതൊക്കെ കിട്ടിയത് ഭാഗ്യം. നമ്മളെ ഉദ്ദേശം, നമ്മളെ പടച്ച റബ്ബ് പറയാണ്, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മതത്തിൽ നിഷ്കളങ്കരായി അല്ലാഹനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. മനുഷ്യവർഗവും ജിന്നുവർഗവും മടങ്ങുന്ന രണ്ട് പ്രധാനപ്പെട്ട സഖലൈൻ, രണ്ട് വിഭാഗമാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. ആ രണ്ട് വിഭാഗത്തെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് രണ്ടുപേരോടുമുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, പറയുന്ന വാക്കിന് പോലും അതുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം റബ്ബിനായിരിക്കും. പിന്നെ എങ്ങനെയാണത് മാറ്റാൻ കഴിയുക? എല്ലാ ഇബാദത്തുകളും പടച്ച റബ്ബിലേക്ക് കൊടുക്കലാണ് തൗഹീദ് എന്ന് പഠിപ്പിക്കുന്നത്. നിർഭയത്വമാണ് തൗഹീദ്. തൗഹീദാണ് നമുക്ക് നിർഭയത്വം നൽകുന്നതെങ്കിൽ അതെന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. എല്ലാ അമ്പിയാക്കന്മാരും ലോകത്തോട് വന്ന് പറഞ്ഞതും പഠിപ്പിച്ചതുമായ ആ സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തെ അത് ഏത് ലക്ഷ്യത്തിനു വേണ്ടി തന്നതാണോ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടവരാണ്. മനുഷ്യൻ ഏത് സമയത്തും ഈ ലോകത്തോട് വിട പറയാം. ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ തളർന്നു വീഴാം, കസേരയിലിരിക്കുന്ന മനുഷ്യർ കുഴഞ്ഞു വീഴാം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരാളുടെ അവസാനത്തെ യാത്രയാകാം. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം നമ്മുടെ വീട്ടിലെ കുഞ്ഞിന്റെ മരണത്തിന്റെ കാരണമാകാം. നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ മരണത്തിന്റെ കാരണക്കാരനാകാം. മനുഷ്യൻ ഒരു നിസ്സാരനായ ജീവിയാണ്. അവന് വീമ്പ് പറയാൻ, അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അവൻ അറിയണം, എനിക്ക് പടച്ചവൻ എന്തിനാണ് ഈ ജീവിതം തന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. നമുക്ക് കേട്ടു പരിചയമുള്ള സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത്. അവൻ നിങ്ങൾക്ക് മരണം തന്നിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ജീവിതം തന്നിരിക്കുന്നു. എന്തിനാണ്? നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാന്ന് നോക്കാനാണ്. ഇവിടുത്തെ കോടീശ്വരൻ ആരാന്ന് നോക്കാനല്ല, ഇവിടുത്തെ അധികാര കസേര ആർക്കാന്നറിയാനല്ല. അള്ള പഠിപ്പിച്ച പോലെ സൽക്കർമ്മങ്ങൾ ശരിക്ക് ചിട്ടപ്പെടുത്തി ഏറ്റവും നന്നായി സുഹൃതം ചെയ്യുന്നവരാരാന്ന് നോക്കാനാണ്. ആ സുഹൃതങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ശരിയാകേണ്ടത് ഏതാ? ഇന്നല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവർ, വഅമിലുസ്സാലിഹാത്ത്, എന്നിട്ട് അതിനനുസരിച്ച് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് വേണ്ടിയാണ് ജന്നാത്തുൽ ഫിർദൗസ് കാത്തുവച്ചിരിക്കുന്നത്. ഏതൊരു അമലും സ്വീകരിക്കപ്പെടുന്നത് വിശ്വാസം ശരിപ്പെടുമ്പോഴാണ്. നമ്മുടെ നമസ്കാരം പടച്ചോ സ്വീകരിക്കണോ, നമ്മുടെ ഈമാൻ നന്നാവണം.
ഇതാ വരാനിരിക്കുകയാണ് ഹജ്ജ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരാൾക്ക് പോകണമെങ്കിൽ. 7-8 ലക്ഷം രൂപ പ്രൈവറ്റ് കൊടുക്കേണ്ടി വരികയാണ്. സർക്കാരിൽ പോകുന്നവർ പോലും 4-5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരികയാണ്. ഇതെല്ലാം കൊടുത്ത് മക്കത്ത് പോയി തിരിച്ചു വന്ന് ഹാജിയാർ പട്ടം കിട്ടാനാണോ? അല്ല, പടച്ച റബ്ബിന്റെ അടുത്തത് കബൂലായി കിട്ടണം. നമ്മുടെ കർമ്മങ്ങളിൽ അതുണ്ടാവണം. അത് സ്വീകരിക്കാനുള്ള നിബന്ധന എന്താണ്? ഈമാനുള്ള സത്യവിശ്വാസികളായ ആളുകളുടെ ഹജ്ജേ സ്വീകരിക്കുകയുള്ളൂ. സക്കാത്ത് എത്രയാണ് നമ്മൾ കൊടുത്തത്, അത് സ്വീകരിക്കണം. പട്ടിണി കിടന്ന നോമ്പ് കാലം കഴിഞ്ഞു പോയി, നോമ്പ് സ്വീകരിക്കണം. എന്താ നിബന്ധന? അവൻ മുഅ്മിനായി മാറിയിരിക്കണം. മുഅ്മിനീങ്ങളല്ലാത്തവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാനില്ല, ഇന്നശറക്ത, നബിയെ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതുന്ന അമലുക, നിങ്ങളുടെ എല്ലാ അമലുകളും പൊളിക്കപ്പെടുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയെ നിങ്ങൾ പോലും നഷ്ടക്കാരിൽ പെട്ടുപോകും. പത്തനാപുരത്തെ ഈ പരിസരത്തെ അങ്ങാടിയിലെ സാധാരണക്കാരായ മനുഷ്യരോട് ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആയത്തല്ല, ഇതേതെങ്കിലും ഓഫീസിൽ നിന്ന് വന്ന ഒരു ലഘുലേഖയല്ല. അള്ളാന്റെ ഖുർആന പഠിപ്പിക്കുന്നത്. സൂറത്തുൽ അൻആം തുറന്നു നോക്ക്, 18 നബിമാരുടെ പേരെണ്ണി പറഞ്ഞിരിക്കുന്നു ഒറ്റ പേജില്. വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ കുല്ലും മിനസ് സാലിഹീൻ. ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫൗലായികല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അവരൊക്കെ അള്ളാന്റെ സന്മാർഗം സ്വീകരിച്ച നബിമാരാണ്. നിങ്ങൾ ആ മാർഗം പിൻപറ്റി ജീവിച്ചോളൂ. വലൗ അശ്റകൂ, ആ നബിമാരാരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകൾ തകർത്തു പോകും, നിഷ്ഫലമാകും. നമ്മളെ വാക്കല്ല, അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വമാണ്. ആരെങ്കിലും ജീവിതത്തിൽ വിശ്വാസം ശരിപ്പെടാതെ പോയാൽ, ഈമാൻ ശരിപ്പെടാതെ പോയാൽ അയാൾക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയൂല. അന്ധവിശ്വാസങ്ങളുടെ വേലിക്കെട്ടുകൾ, അള്ളാഹു വല്ലാത്തവനോട് പ്രാർത്ഥിക്കും, അള്ളാഹു വല്ലാത്തവരോട് സഹായം തേടിക്കൊണ്ടിരിക്കും. മരണപ്പെട്ടു പോയ മക്ബറകളിൽ പോയി കരഞ്ഞുകൊണ്ട് ഖബറാളിയോട് തേടിക്കൊണ്ടിരിക്കും. ഖബറിന്റെ അടുത്ത് ഉത്സവങ്ങളും ഉറൂസുകളും നടത്തിക്കൊണ്ടിരിക്കും. പ്രതിസന്ധികൾ തീരാൻ ഏലസിലും ചരടുകളിലും മൈക്കല്ലിലും അഭയം പ്രാപിക്കും. വീടുകളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്ത് ചൊല്ലി 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. മരണപ്പെട്ടു പോയ ബഗ്ദാദിലെ മുഹയ്യദ്ദീൻ ശൈഖിനെ 1000 തവണ വീട്ടിൽ വിളിച്ചു വരുത്താൻ അവർക്ക് തോന്നൂല, ഒരു കുറ്റബോധവും അവർക്ക് തോന്നൂല. അവരുടെ ഈമാൻ അവർ പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അടിസ്ഥാന തത്വം അള്ളാനെ ആരാധിക്കാനാണ്. എല്ലാ നബിമാരും അവരുടെ നാട്ടിൽ ചെന്ന് ജനങ്ങളോട് സംസാരിച്ചത് എന്തായിരുന്നു? യാ ഖൗമി, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്കില്ല. ഇത് നബിമാര് പോയി പഠിപ്പിച്ച മെസ്സേജാണ്. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുണ്ട്? എത്ര പേർക്ക് ഇത് പറയാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ട്? ഇത് ഇതിന്റെ പ്രത്യേകതയാണ്. അവസാന കാലം വരുമ്പോ ഇത്തരത്തിലുള്ള ദീനിയായ കാര്യങ്ങളിൽ അറിവില്ലായ്മ വ്യാപിക്കും, വിവരമില്ലായ്മ വ്യാപിക്കും. അറിവുള്ള ആളുകളെ ജാഹിലാക്കി മുദ്രകുത്തും, വിവരമില്ലാത്തവരെ നേതാക്കന്മാരായി ചാപ്പകുത്തുന്ന ഒരു കാലം വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക. വിശ്വാസികളെ, നമ്മുടെ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന അള്ളാഹുവിൽ ശരിയായ വിശ്വാസം സ്വീകരിക്കുന്നവരാകണം. നമ്മുടെ ഏതേത് കർമ്മങ്ങളും നമ്മുടെ ആരാധനകളെല്ലാം പടച്ച റബ്ബ് കബൂലാക്കണമെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഒരു ഇബാദത്തും വേറെ ഒരാൾ കൊടുക്കാൻ പറ്റൂല. ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന എന്നത്. ഇബാദത്തിന്റെ മറ്റൊന്നാണ് ബലികർമ്മം എന്നത്. ഇബാദത്തിൽപ്പെട്ട മറ്റൊന്നാണ് സത്യം ചെയ്യുക എന്നത്. ഇബാദത്തിന്റെ മറ്റൊരു തലമാണ് നേർച്ച ചെയ്യുക എന്നത്. ഇങ്ങനെ ഏത് കാര്യമെടുത്താലും ഇബാദത്തായി വരുന്നതെല്ലാം അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്.
അതാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ നബിയെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക, അത് ഇബാദത്താണ്. ഫസല്ലി നമസ്കരിക്കുക, ലിറബ്ബിക താങ്കളുടെ റബ്ബിന് വേണ്ടി. അടുത്തത് വൻഹർ, നബിയെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ബലിയറുക്കുക. സൃഷ്ടികളുടെ തൃപ്തി കിട്ടാൻ ബലിയറുക്കരുത്, സൃഷ്ടികളുടെ ശഫാഅത്ത് കിട്ടാൻ ബലിയറുക്കരുത്, സൃഷ്ടികളുടെ മഹാന്മാരുടെ മനുഷ്യരുടെ അമ്പിയാക്കന്മാരുടെ പ്രിയപ്പെട്ടവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിങ്ങൾ ബലിയറുക്കരുത്. അള്ളാന്റെ പൊരുത്തവും തൃപ്തിക്കും വേണ്ടിയാണ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ കാര്യം എടുത്തൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹു തആലയുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ദുആ ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ട് നബി ഓതിയതേതാ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ പ്രാർത്ഥനകൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ എത്ര തവണയാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്? നമ്മുടെ ദുആകൾ, നമ്മുടെ ഇസ്തിഗാസകൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എവിടേക്കാണ് അവസാനം എത്തേണ്ടത്? അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു മഹാനെ എനിക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ അയാളോട് പ്രാർത്ഥിക്കാൻ പറ്റുക? ലോകത്ത് വന്ന നബിമാരൊക്കെ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്. ആ നബിമാര് മരിച്ചാൽ എങ്ങനെയാണ് നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? ഉസൈർ നബിനോട് പ്രാർത്ഥിക്കുന്ന ജൂതന്മാരുണ്ട്, ഈസാ നബിനോട് പ്രാർത്ഥിക്കുന്ന നസ്രാനികളുണ്ട്. നമ്മൾ എന്താ അവരെ പറ്റി പറഞ്ഞത്? വലദ്ദാലീൻ, പിഴച്ചവരാണ്. ഈസാ നബിയെ, ഇബ്രാഹിം നബിയെ, ഉസൈർ നബിയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി നമ്മൾ പറയും അവർ ചില വഴികേടിലായവരാണ്. പിന്നെ അവരെക്കാൾ താഴെയുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, CM മടവൂരിനെ, റിഫായി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നല്ലവരായി മാറുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറച്ചൊക്കെ ചിന്തിച്ചാൽ മതി. ഒന്ന് കേട്ടിട്ട് ഒന്ന് വീട്ടിൽ പോയി ഇരുന്നിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് സുന്നി അവിടെ കിടക്കട്ടെ, മുജാഹിദൊക്കെ അവിടെ കിടക്കട്ടെ, എൻ്റെ ദീൻ, എൻ്റെ പടച്ചോന, എൻ്റെ സ്വർഗം, എൻ്റെ നരകം, എൻ്റെ ഖബർ, എൻ്റെ ബർസഖ് എന്ന് വെച്ചാൽ അവനവനൊന്നിരുന്ന് ആലോചിച്ച് നോക്കി. ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് നമ്മൾ പഠിപ്പിച്ച സന്ദേശം അതായിരുന്നു. ഞങ്ങളെല്ലാം റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു നബിമാര്. നമ്മളെ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചവർ പോലുണ്ട്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഒരു KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. അത് ആടിപ്പാടി എത്തിയാ എത്തി, കിട്ടിയാ കിട്ടി. അള്ളാഹുവല്ലാത്തോരോട് പ്രാർത്ഥിച്ചാൽ ബെൻസ് കാറിൽ പോണ പോലെയാണ്, അത് വേഗത്തിൽ അവിടെ എത്തും. ആരാതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഭയങ്കര ഇൽമുണ്ട് എന്ന് പറയുന്ന ബിരുദങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാർ വിചാരിച്ചു നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മക്ബറിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞ് ആ ഷെയ്ഖിന്റെ പൊരുത്തും ബർക്കത്തൊക്കെ കിട്ടി, എന്നിട്ട് അത് നേരെ അങ്ങോട്ട് പടച്ചോനക്ക് എത്തുമ്പോഴേ ശരിയാകുള്ളൂ. ഈ സന്ദേശം വന്നപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു പുസ്തകം വായിക്കേണ്ട, വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹ് എന്ന് പറയുന്ന അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ മഹാന്മാരായ വദ്, സുവാഅ്, യഗൂത്ത്, യഊഖ്, നസ്ർ ഇവരെ വിളിച്ചാരാധിക്കും, പ്രാർത്ഥിക്കും. ഇവരോടായിക്കൊണ്ട് സങ്കടങ്ങളെല്ലാം പറയുന്ന കാലം വന്നു. നമ്മൾ നേരിട്ട് പറയാൻ പറ്റൂല, നമ്മൾ മഹാന്മാരോടൊക്കെ ചോദിക്കണം. നൂഹ് നബി അലൈഹിസ്സലാം അന്ന് തൗഹീദ് സംസാരിച്ചു. അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് രാത്രി പറയും, പകല് പറയും, ഉച്ചത്തിൽ പറയും, ശബ്ദം കുറച്ചു പറയും. കിട്ടുന്ന വേളയിലെല്ലാം 950 കൊല്ലം പറഞ്ഞു കൊടുത്തു. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ, അല്ലാഹ് പാപങ്ങളെല്ലാം പുറത്തു തരും. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ നൂഹ് പലതും പറഞ്ഞോട്ടെ, നൂഹ് അങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ മഹാന്മാരെ വിടണ്ട, അവരോട് പ്രാർത്ഥിച്ചോളൂ. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാ വലാ യഗൂസ വയഊഖ വനസ്റാ. നമ്മൾ ഏതിന്റെ കൂടെ നിൽക്കണമെന്ന് ആലോചിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണോ, നൂഹ് നബി അലൈഹിസ്സലാം നൂഹ് നബിനെ എതിർത്തിരുന്ന ആളുകളുടെ കൂടെയാണോ എന്ന് ആലോചിക്കുക.
ഇങ്ങനെ ഓരോ അമ്പിയാക്കന്മാരുടെയും ചരിത്രത്തിൽ ഇങ്ങനെ പോന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നിലപാട് എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എത്ര വഴി ദൂരം സഞ്ചരിച്ചു പോയിട്ടുണ്ട്, ഞാൻ വിശ്വസിച്ച, ഞാൻ കൊണ്ട് നടക്കുന്ന ആദർശാനുഷ്ഠാനങ്ങൾ എൻ്റെ സ്വർഗം കിട്ടാനുള്ള വഴിയാണോ എന്ന് പഠിക്കാൻ, ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംസാരം. ഇൻഷാ അല്ലാഹ് ഇത് പൂർണ്ണമായി കേൾക്കാൻ നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണം. നമസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ഓർപ്പെടുത്തുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. സ്വർഗതുല്യമായ ജീവിതം സ്വപ്നം കണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ പ്രതീക്ഷിക്കാതെ മുന്നിലെത്തുന്ന പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാറാണ് പതിവ്. പരിഹാരം അന്വേഷിക്കുന്നവരുണ്ട്. ശരിയായ ഒരു സ്രോതസ്സിന്റെ അന്വേഷണത്തിലാണവർ. ജീവിത വ്യവഹാരങ്ങളുടെ തിരക്കിനിടയിൽ പലപ്പോഴും പരിഹാരം അന്വേഷിക്കാൻ പോലും നാം മറന്നുപോകുന്നു. എന്നാൽ ജീവിതം വഴിമുട്ടുമ്പോഴാണ് പലരും പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം തേടിയുള്ള ഈ യാത്രയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഫലപ്രദമായ പരിഹാരത്തിന്റെ സ്രോതസ്സിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. ഇഴയുടഞ്ഞ ജീവിതങ്ങൾക്ക് ഇഴയടുപ്പം നൽകുന്ന, വിയോജിപ്പിന്റെ വഴിയടയാളങ്ങളെ മായ്ച്ച് ഒരുമയുടെ സംഗീതമൊരുക്കുന്ന പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നപരിഹാരത്തിന് ഏവർക്കും ആശ്രയിക്കാവുന്ന ഒരിടം. നിങ്ങളുടെ ആശങ്കകൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയോ 9544845840 എന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയോ അറിയിക്കാം. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അബ്ദുറഹിമാൻ ചുങ്കത്തറ എന്നിവർ നേതൃത്വം നൽകുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:45 ലൈവായി കേൾക്കാം. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-കണക്കിന് ശ്രോതാക്കൾ. 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50-ലേറെ സ്ഥിരം അവതാരകർ. 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ? അതോ മദ്രസ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല. വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യപരമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളാണോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കളുടെ കൂടെ ഉണ്ടാകും. ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ. പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ. ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ. ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ
ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. شباب قد أرادوا ثم نالوا ما أرادوا قتلوا إنا فتحنا. ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ വെസ്റ്റ് പത്തനാപുരത്തിൻ്റെ മണ്ണിൽ നിർഭയത്വം തൗഹീദിലൂടെ എന്ന ക്യാമ്പയിനിൻ്റെ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ പ്രദേശത്ത് നടക്കുന്ന തസ്ഫിയ നമസ്കാര ശേഷമുള്ള സെഷൻ വീണ്ടും ആരംഭിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞവരെല്ലാം വന്ന് സദസ്സിൽ ഇരിക്കണമെന്നും ഒരല്പസമയം കൂടെ നമ്മുടെ വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും കേൾക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ പഠിപ്പിച്ച ഏറ്റവും മുഖ്യമായ പ്രധാനമായ ആദർശമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. സ്രഷ്ടാവായ, ലോകത്തിനെ നിയന്ത്രിക്കുന്ന, ലോകത്തിൻ്റെ റിസ്ക് നൽകുന്ന, എല്ലാ മനുഷ്യരുടെയും ജിന്നുകളുടെയും ലോകത്ത് മുഴുവൻ സൃഷ്ടികളുടെയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പ്രഖ്യാപിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നതും അവർ നാടുകളിൽ ഏറ്റവും അധികം ഭീഷണിയും സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും മർദ്ദനങ്ങളും സഹിക്കേണ്ടി വന്നതും ഈ ഒരാശയം പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ്. 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ജനതയെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവരിൽ നിന്ന് അവസാനം വളരെ കുറഞ്ഞ മനുഷ്യർ മാത്രമാണ് ആ ആദർശം സ്വീകരിക്കാൻ തയ്യാറായത്. ഫദആ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. അവസാനം ആ ജനത നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് വന്ന പല സമുദായങ്ങളുടെയും അവസ്ഥ ഇതുപോലൊക്കെയായിരുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറഞ്ഞ നബിമാര് അവരുടെ പ്രിയപ്പെട്ടവരായ കുടുംബക്കാരോട്, ആദർശ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് ഈ സന്ദേശം അവർ പറയാൻ തുടങ്ങി. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒക്കെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യം സംസാരിക്കേണ്ടി വന്നത് സ്വന്തം വീട്ടുകാരോടായിരുന്നു. സ്വന്തം വാപ്പാനെ വിളിച്ചു പറയേണ്ടി വന്നു, യാ അബതി, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാനോ കേൾക്കാനോ ഉപകാരോ ഉപദ്രവം ചെയ്യാനോ പറ്റാത്തവരെ എന്തിനാ വാപ്പ ആരാധിക്കുന്നത്? വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനെ പൂജിച്ച് അതിനെ വിൽക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു ഇബ്രാഹിം നബിന്റെ വാപ്പാന്റെ അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചോ, ഞാൻ വാപ്പകാരണവന്മാരുടെ മതത്തിലായിട്ട് അങ്ങനെ ജീവിക്കണമെന്നായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി ചെയ്യേണ്ടത് വിഗ്രഹത്തിന്റെ ആ പണിയെ ഏറ്റെടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ചെയ്തില്ല. അതല്ല എന്നും ഏകനായ റബ്ബ് ഒരു ഇൽമ് നൽകിയിട്ടുണ്ടെന്നും
അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് ഹസ്ബിയല്ലാഹ് വ നിഅമൽ വക്കീൽ. തീകുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ പോലും എനിക്കെൻ്റെ റബ്ബ് സംരക്ഷണം നൽകുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് ഖലീലായി സ്വീകരിച്ചു. അവസാനത്തെ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് നീണ്ട 13 കൊല്ലം എന്തെല്ലാം മർദ്ദനങ്ങൾ, ബഹിഷ്കരണങ്ങൾ എന്തെല്ലാം ഉണ്ടായി. കണ്ടാൽ മിണ്ടരുത്, ചിരിക്കരുത്, സംസാരിക്കരുത് എന്ന് 3 കൊല്ലം ഭീഷണിപ്പെടുത്തിയിട്ട് നബിതങ്ങൾ ശഅബു അബീ താലിബ് എന്ന കുന്നിൻ ചെരുവിൽ താമസിക്കേണ്ടി വന്നു. കള്ളുടിച്ചിട്ടുണ്ടോ? ഇല്ല. പെണ്ണ് പിടിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. പലിശ പോയിട്ടുണ്ടോ? ഇല്ല. തല്ലുണ്ടാക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നബിതങ്ങളെ ബഹിഷ്കരിച്ചത്? ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അത് പറഞ്ഞാൽ ജനങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന ആളുകളുടെ വിശ്വാസത്തിന് എതിരാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നബിനോട് പറയുകയാണ്, നബിയേ താങ്കൾ ക്ഷണിക്കണം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഞാനിതാ അല്ലാഹുവിലേക്ക് ഉൾക്കാഴ്ചയോടെ ക്ഷണിക്കുകയാണ്. എന്നെ പിൻപറ്റിയവരും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനാണ്, അവനിലേക്ക് മടങ്ങി വരാനാണ് എല്ലാ നബിമാരും പഠിപ്പിക്കുന്നത്. അതിക്കുന്നവരാണ് യഹൂദികൾ. നമ്മൾ അംഗീകരിക്കുക, ഒരു പ്രശംസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഏകനായ റബ്ബിലേക്ക് മടങ്ങാനും അവനോട് മാത്രം പ്രാർത്ഥിക്കാനും. ലാത്തയെ ആരാധിക്കരുത്, ഉസ്സയെ ആരാധിക്കരുത്, മനാത്തയെയും ഹുബലയെയും വിഗ്രഹങ്ങളെയും മഹാന്മാരെയും നിങ്ങൾ പൂജിക്കരുത്. ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു, നബിയെ ഞങ്ങൾ ചെയ്യുന്നത് ഇത് നേരെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഈ മഹാന്മാരൊക്കെ ഞങ്ങൾക്ക് ശുപാർശ പറയും, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും, അങ്ങനെ ഞങ്ങൾക്ക് അള്ളാഹിലേക്ക് ഖുർബത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന തത്വമെന്നാൽ, എൻ്റെ പ്രിയപ്പെട്ട പത്തനാപുരംകാരെ, നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമാകണമെന്ന് പറയാൻ കാരണം, അമ്പിയാക്കന്മാര് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്. ഇതിനേക്കാൾ വലിയ മാതൃക എന്താ വേണ്ടത്? അന്ന് മങ്കൂസ് മൗലിദില്ല, ഷറഫുലന മൗലിദില്ല, ഹദ്ദാദില്ല, റാത്തീബില്ല, ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകളില്ല, കുത്തുബിയത്തില്ല, അതുപോലെ തന്നെ റിഫായി റാത്തീബിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള കുത്തറാത്തീബില്ല. അവർക്കൊക്കെ ആകെ പരിചയമുള്ളത് പടച്ചോനെ റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിരുന്നു. അതിൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിനെയും പുറത്താക്കപ്പെട്ട രംഗം സൂറത്തു അറാഫിന്റെ 23-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവോട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 18 കൊല്ലക്കാലം രോഗം ബാധിച്ച അയ്യൂബ് നബിന്റെ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് മനുഷ്യന്മാർ ദർഗകൾ തേടി നടക്കും, തുപ്പിയ വെള്ളം തേടി നടക്കും, ചരടും ഏലസും മൈക്കല്ലും മുറുകെ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കും. 18 കൊല്ലക്കാലം ജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങളൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ശരീരമാകെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി, നാട്ടുകാരെ അകറ്റി മാറ്റി വെക്കാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പലരും മരണപ്പെട്ടു പോയി. നല്ല സമ്പത്തിന്റെ ഉടമയായിരുന്നു, സമ്പത്ത് മുഴുവൻ തകർന്ന് തരിപ്പണമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയ്യൂബ് നബി പറയുന്നത്, അയ്യൂബ ഇതിനാദാ റബ്ബ അന്നീ മസ്സനിയൽ ദുർറ വഅൻത അർഹമുർ റാഹിമീൻ. സൂറത്തുൽ അംബിയാ സൂറത്തിലൂടെ 83-ലും 84-ലും ആയത്തിലൊക്കെ പറയാണ് അവര് അയ്യൂബ് നബി അള്ളാഹിനോട് പറയാ, അല്ലാ ഞാനൊരു വല്ലാത്ത വിപത്തിലും പ്രയാസത്തിലുമായി പെട്ടുപോയിട്ടുണ്ട്, ദുരിതത്തിലാണ് റബ്ബേ, നിന്നോട് പ്രാർത്ഥിക്കാണ്, നീ ആരാണ്? അൻത അർഹമുർ റാഹിമീൻ. ഈ വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന നിർഭയത്വം.
ഇത് ഇല്ലാതെ പോയാൽ നമ്മൾ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? അപകടത്തിൽപ്പെടുമ്പോഴാണ് നമ്മൾ ബദരീങ്ങളെ, മുഹിയുദ്ദീൻ CM മടവൂരേ എന്നൊക്കെ നമ്മുടെ നാവിൻ തുമ്പത്ത് നാട്ടുകാർക്ക് വരാനുണ്ടെങ്കിൽ, അപകടത്തിൽപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വായ്ക്കകത്താ പെട്ടുപോയത്. ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. മത്സ്യത്തിന്റെ ഉള്ളിലാണ്, കടലിന്റെ ഉള്ളിലാണ്, രാത്രിന്റെ ഇരുട്ടിലാണ്, 3 ഇരുട്ടിന്റെ ഉള്ളിലാണ് കുടുങ്ങിക്കിടന്നത്. എത്ര നബിമാരുടെ പേരറിയാം യൂനുസ് നബിക്ക്? യൂനുസ് നബിന്റെ മുമ്പേ എത്രയോ നബിമാരും മഹാന്മാരുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ഒരു ഹക്ക് ജാഹ് ബർക്കത്ത് ചോദിച്ചോ? നേരെ വിളിക്കാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സൂറത്തുൽ അംബിയാഇന്റെ 87, 88 ആയത്ത് പഠിക്കാൻ വേണ്ടിയാണ്, തുറന്ന് വായിക്കാനാണ്, സംശയം തീർക്കാനാണ് ഇത്ര വാഹിറായി വ്യക്തമായി നമ്മളോടത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാര് പ്രാർത്ഥിച്ചതെല്ലാം അള്ളാഹിനോടാണ്. ഇനി പുറമേ എങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ പഠിക്കാം. ലോകത്ത് വന്ന സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാര് പ്രാർത്ഥിച്ചത് ആരോടാണ്? നമ്മളൊക്കെ പറയില്ലേ, ഔലിയാക്കന്മാരുടെ, സിദ്ദീഖന്മാരുടെ, ശുഹദാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ ദർജയിലേക്ക് എത്തണമെന്ന്. അതിന് ആ പണി ചെയ്യണം. ഔലിയാക്കന്മാരിൽ പ്രമുഖരാണ് അസ്ഹാബുൽ കഹ്ഫ്. ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്താണ്. എന്താ ഓതുന്നെന്ന് അറിയോ? എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയണ്ടോ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞിട്ട് 309 കൊല്ലം ഗുഹന്റെ ഉള്ളിൽ കിടത്തി ഉറക്കിയ മഹാന്മാരാണ്, ഔലിയാക്കന്മാരാണ് അസ്ഹാബുൽ കഹ്ഫ്. നമ്മൾ ഔലിയാക്കന്മാരില്ലാത്തവരല്ല. ഇസ്ലാം പഠിപ്പിച്ച ഔലിയാക്കളുടെ മഹത്വങ്ങളെല്ലാം അംഗീകരിക്കുന്നു. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നിസ്കരിക്കാത്തവനെ ഔലിയാന്ന് വിളിക്കരുത്. സിഗരറ്റ് വലിച്ച് നടക്കുന്നവനെ ഔലിയാന്ന് വിളിക്കരുത്. കുറെ നിബന്ധന ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഔലിയാക്കന്മാരിൽ അസ്ഹാബുൽ കഹ്ഫാണ് പ്രമുഖരായവർ. ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോ ഏതെങ്കിലും നബിന്റെ പേര് വിളിച്ചോ? ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പേരോർത്തോ? ഏതെങ്കിലും മുട്ടയറുത്തോ? ഏതെങ്കിലും ഒരു നിരക്കുള്ള ചെരടോ ഏലസോ തകിടോ കെട്ടി നടന്നോ? എന്താ രക്ഷപ്പെടാൻ അതിൻ്റെ ഉള്ളുന്നവർ കണ്ടത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ. പഠിക്കാൻ എത്ര ഖുർആൻ തുറന്ന് വായിച്ചു നോക്കിയാൽ. ഇനി ബദരീങ്ങളോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? റമദാനിന്റെ 17 സ്വലാത്ത് നഗറിലും പരിസരങ്ങളിലുമൊക്കെ നമ്മൾ എത്രയെത്ര മനുഷ്യന്മാർ നമ്മുടേതായ നാടുകളിലൊക്കെ ആ പകൽ സമയത്ത് പള്ളികളിൽ നിന്ന് കേട്ടിരുന്ന പ്രാർത്ഥനകൾ ആരോടായിരുന്നു? അറബിയിലും മലയാളത്തിലുമായി ഏതെല്ലാം വാചകങ്ങളാണ് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ, കെട്ടിടത്തിന് നമ്പർ കിട്ടാൻ, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടാൻ ഞങ്ങൾ ബദരീങ്ങളോടാണ് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഹജ്ജിന് പോകുമ്പോൾ കപ്പൽ യാത്രക്കിടയിൽ കടലിന്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോൾ ബദരീങ്ങളെ, ഞങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞവർ ഇന്നും ഹയാത്തിലുണ്ട്. ശരി, ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ ബദറിൽ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്തു പ്രാർത്ഥിച്ചപ്പോൾ, ആരാ ബദറിൽ? ബദരീങ്ങൾ. നിങ്ങൾ ബദറിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആയിരക്കണക്കിന് മലായിക്കത്തുകളെ ഇറക്കി തന്നുകൊണ്ട് നിങ്ങളെ സഹായിച്ചു. ആ ബദരീങ്ങളെയാണ് നമ്മള് അല്ലേ? ബദരീങ്ങളെ ബറകത്തിനാൽ തുണയാക്കണം യാ റബ്ബനാ. ഓല വർക്കത്തോണ്ട് മാറ്റി തന്നെ. ഇങ്ങനെ ഇനി മറിയം ബീവി, മഹദികളുടെ നേതാക്കന്മാരിൽ ഒരാളാണ് മറിയം ബീവി. ആ ചരിത്രമിറങ്ങുന്ന ബൈത്തുൽ മുഖദ്ദസിൽ താമസിച്ചിരുന്ന മറിയം ബീവിന്റെ പ്രാർത്ഥന വായിച്ചു നോക്ക് നിങ്ങൾ. പടച്ചവനെ റബ്ബേ എന്നല്ലാത്തൊരു വിളി കാണാൻ കഴിയോ? സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ചപ്പോ ഏതെങ്കിലും നബിമാരുടെ കബറിങ് ഓടുകയായിരുന്നോ? ഏതെങ്കിലും സ്ഥലത്ത് പോയി തൊട്ടിലെട്ടാ ഓടുകയായിരുന്നോ? അവിടുന്ന് എന്താ ചെയ്തത്? റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. വിശിഷ്ടമായ നല്ലവരായ മക്കളെ തരണേ പടച്ചോനെ. എപ്പോ? വയസ്സുകാലത്ത് ജരാനരകൾ ബാധിച്ച് ക്ഷീണം ബാധിച്ച സക്കരിയ നബി തൻ്റെ ഭാര്യൻ്റെ രോഗാവസ്ഥയൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് യഹ്യാ നബിനെ കിട്ടിയില്ലേ?
രണ്ടാമത്തേത്, എന്തുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം? നിങ്ങൾ അല്ലാഹുവല്ലാത്ത വേറെ ഒരാളെ വിളിച്ചാൽ അവരൊക്കെ അടിമകളാണ്, സൃഷ്ടികളാണ്, രോഗമുള്ളവരാണ്, മരണമുള്ളവരാണ്, കഴിവില്ലാത്തവരാണ്, പല കുറവുകളുമുള്ള ആൾക്കാരാണ്. ആരെക്കോട്ടെ, അള്ളാഹിനെ പോലെ ഉറക്കല്ലാതെ മയക്കല്ലാതെ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ഒരാളില്ല. അള്ളാഹിന്റെ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 194, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. വെറുതെ നിങ്ങൾ പറയുന്നത് കാര്യമല്ല. 3, അല്ലാഹുവല്ലാത്ത വേറെ ഏതെങ്കിലും വ്യക്തികളെ, ശക്തികളെ, കേന്ദ്രങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാരാധിച്ചാൽ അവർ ആരാണ്? അശക്തരായ മനുഷ്യന്മാരാണ്. ഒരു ഈച്ചയെ പോലും സംരക്ഷിക്കാൻ കഴിയില്ല. സീമടവൂരിൻ്റെ അടുത്ത് ചെന്നിട്ട് സന്താനങ്ങളെ തരണേ, കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ മനസ്സിലാക്കണം, അദ്ദേഹം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് അദ്ദേഹത്തിന് സ്വന്തമായൊരു കുട്ടി പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി സഞ്ചരിച്ച് കബറിങ്ങ ചെന്നിട്ട് എനിക്ക് കുട്ടിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി കുട്ടികളില്ല. ഓരോ മഖാമുകളിലും ദർഗകളിലും ചെന്നുകൊണ്ട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ചിന്തിക്കണം, അതിനുള്ളിൽ കിടക്കുന്ന മനുഷ്യന്മാർ പോരായ്മയുള്ളവരാണ്. വയസ്സായപ്പോൾ കണ്ണ് കാണാനായിട്ട് കണ്ണിന് കണ്ണട വെച്ച ആൾക്കാരാണ്, നടക്കാൻ വയ്ക്കാതെ വടികുത്തി നടന്ന ആൾക്കാരാണ്. പിന്നെ എങ്ങനെ നമ്മൾ ഒരു മരിച്ച ഓരോട് പ്രാർത്ഥിക്കുക? അവരൊക്കെ അശക്തരായ മനുഷ്യരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് കേൾക്കൂല. അതാ ഞാൻ പറഞ്ഞ, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓലോട് പ്രാർത്ഥിച്ച കേൾക്കുവോ? കേൾക്കൂല. പിന്നെ എങ്ങനെ മരിച്ചാ കേൾക്കുന്നത്? ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥന കേൾക്കൂല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെയും നസ്തജാബു ലക്കും, ഒരിക്കലും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. എൻ്റെ വാക്കല്ല, സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ആ പ്രാർത്ഥന കൊണ്ട് തന്നെ അവർ ഷിർക്കിനെ ബാധിക്കുകയും ആ ഷിർക്കിനെ പരലോകത്ത് അവർ നിഷേധിക്കുന്ന രംഗമുണ്ടാകും. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ അത്യാവശ്യമായ ചിലവുകൾക്ക് വേണ്ടിയിട്ടൊരു ബോക്സ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. കഴിയാവുന്നവരൊക്കെ അത് സഹായിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇനി അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ പുറമെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അതിനേക്കാൾ പിഴച്ചവരാരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും വിളിച്ചു പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടാത്ത മനുഷ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ പിഴച്ചവരാരുണ്ട്? ഏറ്റവും വലിയ പിഴവാണ് ആ സംഭവിക്കുന്നത്. അതുമാത്രല്ല, സൃഷ്ടികളായ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ രോഗം മാറ്റി തരാൻ പറ്റുക? ഒരു ഈച്ചനുണ്ടാക്കാൻ കഴിയില്ല, ഒരു ഉറുമ്പിനുണ്ടാക്കാൻ കഴിയില്ല. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ? ലാ യഖ്ലുഖൂന ശൈആ, ഒരു വസ്തുവും ഉണ്ടാക്കാൻ ഓലെ കൊണ്ട് കഴിയൂല. വഹും യുഖ്ലഖൂൻ, അവർ പോലും സൃഷ്ടികളുമാണ്. അദൃശ്യകാര്യങ്ങൾ ആർക്കാണ് അറിയാൻ പറ്റുക? അള്ളാഹുവിനല്ലാതെ ആർക്കാണ് അദൃശ്യകാര്യങ്ങൾ അറിയാൻ സാധിക്കുക? വേറെ ഒരാളുടെ കാര്യങ്ങൾ അറിയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലെ ഭൂമിയിലെ അദൃശ്യങ്ങളെല്ലാം അറിയുന്നവൻ അല്ലാഹയല്ലാതെ ആരുണ്ട്? ആരുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ല മഹാന്മാരറിയും, ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന ആൾക്കാരൊക്കെയാണ്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ, നിങ്ങളുടെ കൽബിലുള്ളതൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാചകങ്ങൾ മാലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും അത് നടക്കൂല, സാധ്യമല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന മഹത്തരമായ സന്ദേശത്തിൽ പിഴവ് പറ്റി. ഖൗമിന് ശരിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല.
വേണ്ട, പാടില്ല എന്ന് പറയേണ്ടവർ പോലും പറയാതെ മൗനം പാലിച്ചു പോയി. അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളോടും ഞാൻ പങ്കു ചേർക്കൂല. അതുകൊണ്ടാണ് നബിതങ്ങളുടെ ഒരു ഘട്ടത്തിലും അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിനെ, ഒരു ശക്തിനെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരായത്തുമില്ല, ഒരു ഹദീസുമില്ല. പിന്നെ എങ്ങനെ നടന്നു നോക്കണം, എവിടുന്ന് ഇപ്പൊ ഒന്ന് കിട്ടണില്ല. വെറുതെ തെരയാണ്, വെറുതെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർ ദീന് പഠിച്ചു വെച്ചിരിക്കണം. അങ്ങനെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് വേറെ ഒരു മഖ്ലൂക്കിന്റെ പേരിൽ പോയാൽ ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു മനുഷ്യൻ ഒരു നബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹുവാണ് എനിക്ക് സന്താനം തരുന്നത് എന്ന് വിശ്വസിക്കുന്നതിന് പകരം ഇന്ന മഖാമിൽ ചെന്നാലാണ് എനിക്ക് സന്താനം കിട്ടുക എന്ന് വിശ്വസിക്കുക. അള്ളാഹുവാണ് എനിക്ക് രോഗം മാറ്റി തന്നത് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന സ്ഥലത്തേക്ക് നേർച്ച കൊടുത്തതുകൊണ്ടാണ് എൻ്റെ രോഗം മാറിയത് എന്ന് വിശ്വസിക്കുക, നേർച്ച ചെയ്യുക. ഇതിനൊക്കെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇത് ലോകത്തെ ഏറ്റവും വലിയ പാപമാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും ശിർക്ക് ചെയ്യല്ലേ. ലുക്മാനുൽ ഹക്കീം മോനെ വിളിച്ചു പറയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപമാണ്. സാധാരണ ഒരു കൊലപാതകം ചെയ്താൽ, പലിശ അനുഭവിച്ചാൽ, വേറെ ഏതെങ്കിലും വേണ്ടാത്തരം സംഭവിച്ചാൽ അത് പൊറുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. നാട്ടുകാരെ, പത്തനാപുരത്തുകാരെ, നസീഹത്തോടെ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വല്ലതും സംഭവിച്ചു പോയാൽ അല്ലാഹ് അത് പുറത്തു തരൂല. അതല്ലാത്തത് പടച്ച റബ്ബ് പുറത്തു തന്നേക്കാം. ഈ പ്രഭാഷണത്തിന്റെ ആകത്തുക അതുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ ഏതെങ്കിലും ശിർക്കിന്റെ ഇനങ്ങൾ സംഭവിച്ചു പോയ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുക, അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തത്തിന് വേണ്ടി ബലികർമ്മം ചെയ്യുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായാൽ, ഇതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. സംഭവിച്ചാൽ അവന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞ് നിഷ്ഫലമാവുകയാണ്. പിന്നെ നമ്മൾ ഈ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നതും പകൽ പട്ടിണി കടന്ന് നോമ്പ് വെക്കുന്നതും ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് ചെയ്യുന്നതും സക്കാത്ത് കൊടുത്തതൊക്കെ എന്തിനാണ്? സ്വർഗം കിട്ടാനാണ്. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാകുന്നതാണ്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം ഇനി നരകമായിരിക്കും. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്ത് വീട്ടിലൊന്ന് പോയി വായിക്കണേ. സ്വർഗം ഒരു മനുഷ്യന് നിഷിദ്ധമാക്കപ്പെടുന്ന രംഗം വരുന്നത് അള്ളാഹുവിനോടുള്ള ആ ശിർക്കിന്റെ ഇനങ്ങൾ വല്ലതും സംഭവിക്കുമ്പോഴാണ്. അത് വരാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൽ പിഴച്ചു പോകുന്നത് അത് മുഅ്ജിസത്തുള്ളവരല്ലേ, അത് കറാമത്തുള്ളവരല്ലേ. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അല്ലാഹ് ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കൊടുത്തതിൽ നിന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ആർക്കാണ് അല്ലാഹു തആല അള്ളാന്റെ കഴിവ് കൊടുത്തിട്ടുള്ളത്? നമുക്കൊക്കെ നമ്മളതായ കഴിവ് വന്നിട്ടുണ്ട്. ആനക്ക് ആനന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട്, പാമ്പിന് പാമ്പിന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ പുറമെ അള്ളാഹുവിന്റെ കഴിവ് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് പറയാണ് അതൊക്കെ മുഅ്ജിസത്ത് കണ്ടിട്ടില്ലേ, കറാമത്ത് കണ്ടിട്ടില്ലേ? ഉണ്ട്. ആ മുഅ്ജിസത്ത് എന്തിനാണ്? പ്രവാചകന്മാർ നബിയാണെന്ന ആ ഖൗമിനെ ബോധ്യപ്പെടുത്താനുള്ള അടയാളമാണ്. ആ കറാമത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനെ ബോധ്യപ്പെടാനും ഈമാൻ വർദ്ധിക്കാനുമുള്ളതാണ്. അത് വിൽക്കാനുള്ളതല്ല, അത് നുണ പ്രചരിപ്പിക്കാനുള്ളതല്ല, അത് ചൂഷണം ചെയ്യാനല്ല. മൂസാ നബി ആ വടിയും കൊണ്ടൊരിക്കലും പിരിവിനിറങ്ങിയിട്ടില്ല. ഭാരതന്മാരായ അസ്ഹാബുൽ കഹ്ഫ് ഒരുപാട് കറാമത്ത് ജീവിതം കൊണ്ട് കണ്ടവരാണ്. ഒരിക്കലും അവർ അത് ചൂഷണത്തിന് കണ്ടെത്തിയിട്ടില്ല.
സഹോദരങ്ങളെ, ഇവിടെയാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയുന്നുണ്ടത്. ശറഹുൽ അഖായിദിന്റെ 134 പേജിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മുഅ്ജിസത്താവട്ടെ, അതുപോലെ തന്നെ അമ്പിയാക്കന്മാര് കാണിച്ച ആ ദൃഷ്ടാന്തങ്ങളെല്ലാം അവരെ നിഷേധിക്കുന്ന വയുഅ്ജിസുൽ മുൻകിരീന അലൽ ഇത്യാനി ബിമിസ്ലിഹി. നിങ്ങൾ ഇതേപോലത്തെ കൊണ്ടുവരും. ഇദ്ദേഹം നബിയല്ല ഞങ്ങൾ പറയണത്. ഇതാ പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പിന്നെ രംഗം കാണിച്ചു കൊടുത്തു. ഇത് മുഅ്ജിസത്താണ്. ഇതിന് പകരം വെക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? അത് അംഗീകരിപ്പിച്ചു കൊടുക്കാനാ. അത് നബിമാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ. എന്നാൽ അത് മറ്റുള്ള ഔലിയാക്കന്മാരായുള്ള മഹാരഥന്മാരായ നല്ലവരായ മനുഷ്യർക്ക് ചില കറാമത്തുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഔലിയാക്കന്മാരുടെ പ്രത്യേകത, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിക്കേണ്ടവരല്ല, ദുഃഖിക്കേണ്ടി വരൂല. അവരാരാ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ മുഅ്മിനീങ്ങളാണ്, അവർ തഖ്വയുള്ളവരാണ്. ഇത് നാട്ടിലിപ്പോൾ നിസ്കരിക്കാത്ത ആൾക്കാർ ഔലിയാക്കന്മാര്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ബില്ല് ചോദിച്ചാൽ ഹോട്ടൽ കത്തിക്കുക. ഔലിയാക്കന്മാര് കറാമത്ത്. നിസ്കരിക്കൂല, നോമ്പോൽക്കൂല, നോമ്പ് നോൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അത് കറാമത്ത്. ഇതെങ്ങനെയാ കറാമത്താവുക? ഇസ്ലാമിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ, ആദരവെന്ന് പറഞ്ഞാൽ ആർക്കാണ്ടാകുക? യഥാർത്ഥ ഔലിയാക്കന്മാർക്ക്. അത് എനിക്കും നിങ്ങൾക്കൊക്കെ ആകാം. അള്ളാഹിന്റെ നിയമങ്ങളൊക്കെ പാലിക്കുക, പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കി പരമാവധി ഭദ്രമായി ഈമാനോടെ ജീവിക്കുക. അല്ലദീന ആമനു, നന്നായി ഈമാനുള്ളവരാവുക. വകാനൂ യത്തഖൂൻ, നല്ല തഖ്വയുള്ളവരായി മാറുക. ഇനി അങ്ങനെ വല്ല കറാമത്തും അത്ഭുതങ്ങളും ജീവിതത്തിൽ കണ്ടാലോ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരുപാട് കറാമത്ത് എഴുതിണ്ടാക്കിയത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറയാണില്ലേ, അന്ന മിൻ ശറത്തിൽ വിലായത്തി, ഒരു വലിയ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ നിബന്ധനയാണ് കെത്മാനുൽ കറാമാത്തി, തനിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ പടച്ചോൻ കാണിച്ചു തന്നാൽ അതൊരിക്കലും പരസ്യമായി വിളിച്ചു പറഞ്ഞ് നടക്കരുത്, മിണ്ടാതിരിക്കണം, അത് പ്രചരിപ്പിച്ച് നടക്കരുതെന്നാ. ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും രോഗങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് എവിടേക്കാ പോണത്? കറാമത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഭീമാപള്ളി മുതൽ കാസർഗോഡ് ഉള്ളാള് ദർഗ വരെ പോകുന്ന മനുഷ്യന്മാർ എന്തിനാണ് ഈ മക്ബറകളിലേക്ക് പോകുന്നത്? അവിടെ കറാമത്തുണ്ട്. എന്താ കറാമത്ത്? അവിടെ ചെന്നാൽ രോഗം മാറിയിട്ടുണ്ട്, അവിടെ പോയിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏർവാടിയും മുത്തുപ്പേട്ടയും നാഗീറുള്ള അജ്മീറിലേക്കും പോണ മനുഷ്യന്മാര് ഒന്ന് ചിന്തിച്ച് നോക്കണം. അവരൊക്കെ ആരാണ്? ഖബറിൽ കിടക്കുന്നവരാണ്. മാത്രമല്ല പലരെയും ചരിത്രം വായിച്ചാൽ ആ ഖബറിനകത്ത് കിടക്കുന്നവരൊക്കെ ആരാന്ന് പോലും അറിയാത്തവരാണ്. നിങ്ങൾ വായിച്ചോട്ടോ, ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ വിശ്വസിക്കണ്ട. നമ്മളെ ജില്ലയിലാണല്ലോ, മലപ്പുറം ജില്ലയിലാണല്ലോ കിടക്കുന്നത് മുനമ്പത്ത് ബീവി ഉള്ളത്. മുനമ്പത്ത് ബീവിന്റെ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതിയ പുസ്തകം ജാറത്തിലുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്, വെളിയങ്കോടും മറകാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിന്റെ പേരറിയൂല. ഇതാ കറാമത്ത്? ഇതാണോ കറാമത്ത് എന്ന് പറയേണ്ടത്? ആളെ പേരറിയില്ല, പിന്നല്ലേ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയുള്ളൂ. ഊരറിയൂല, സ്ഥലം എവിടുത്തെ കാര്യാണെന്നറിയൂല. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഡെഡ് ബോഡി അങ്ങ് വന്നടിഞ്ഞു. എടുത്തിട്ട് പതുക്കെ അന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. മറവ് ചെയ്യാൻ പോലും ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് അതിന് പറ്റാവുന്ന ചിലരെ കൊണ്ടുവന്നിട്ട് ഖബറടക്കം നടത്തുകയാണ്. ഖബറടക്കം കഴിഞ്ഞപ്പോൾ പിന്നെ ബീവിയായി. എന്താ പേര്? മുനമ്പത്ത് ബീവി. ഊരും പേരറിയൂല, ഭയങ്കര ഫേമസ് ആണ്. എന്താ ഫേമസ്? വെളിയങ്കോട് ഉമർ ഖാദി കുഞ്ഞു മരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഉമർ ഖാദി ജനിച്ച നാട്ടിലാണ്, നബിതങ്ങൾ ജനിച്ച നാട്ടിലാണ് അബൂജഹൽ വളർന്നത്. അതുകൊണ്ട് അബൂജഹലിന് കറാമത്തുണ്ടോ? നബി തങ്ങളുടെ കുടുംബത്തിലാണ് അബൂലഹബ് വളർന്നത്. അബൂലഹബിന് കറാമത്തുണ്ടോ? അതിനേക്കാൾ വലുതുണ്ടോ നാട്ടിൽ ഏതെങ്കിലും ഒരു ഖബറ്? അവിടെ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, ഒറിജിനലായി മുസ്ലിം അല്ല എന്ന് പറയുന്നവരെ വരെ ഔലിയാന്ന് വിളിച്ച് ഖബറ് കെട്ടിപ്പൊക്കി നമ്മളെ കേരളത്തിൽ. എവിടെ? കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ. ആരെ? ഉപ്പൂപ്പ എന്ന് വിളിക്കുന്ന ആളുടെ യഥാർത്ഥ പേര് ദാമോദരൻ എന്നാണ്. ഈ നാട്ടിൽ അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക,
ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മക്ബറയുണ്ട് കൊല്ലം ജില്ലയിൽ. ഇതേപോലെ ഞാൻ പോയി സംസാരിച്ച ഏരിയയാണ് ഓച്ചിറ. നിങ്ങൾ പോയ അങ്ങക്കും കാണാം. ഖബറിന്റെ യഥാർത്ഥ പേര് ദാമോദരൻ കുപ്പസ്വാമി എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഖബറുമായി ബന്ധപ്പെട്ട് ലേലം ചർച്ച നടക്കുകയാണ്. ഖബർ വേണ്ട ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ആ ടീം ചെന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾക്ക് തരണം, ഇത് ഞങ്ങളുടെ ആളാണ്. ഞങ്ങളാളാണ്, ഞങ്ങൾ എടുത്തോളൂ, നമുക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ കാര്യമാണ്. ഒരു 150 ഉറുപ്പിന്റെ സിമെന്റും കുറച്ചൊന്ന് പൊക്കിയിട്ട് 100 രൂപേൻ്റെ തുണി വിരിച്ചാൽ നിങ്ങൾക്ക് കാര്യമാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളിയും. പക്ഷെ പേര് ദാമോദർ എന്നായാൽ ആള് വരൂല. പേരൊന്ന് മാറ്റിയിടാൻ തീരുമാനിച്ചു. ഇന്ന് ജീവിച്ചിരിപ്പുള്ള അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അവിടെ ചെന്നിട്ട് പേരങ്ങ് മാറ്റി ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇപ്പൊ പൈസ വരുന്നുണ്ട്, ജാറുണ്ട്, അവിടെ ആൾക്കാർ സിയാറത്തിന് വരുന്നുണ്ട്, സങ്കടങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ആരാണ്? ദാമോദരൻ എന്ന് പറയുന്ന ആ നാട്ടിലൊരു മാനസിക രോഗിയായി നടന്ന ആളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, മാതൃഭൂമിയിൽ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പരിസരത്ത് മുട്ടുന്തല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവിടുത്തെ മഖാമുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനം നടന്നു. മുട്ടുന്തല എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്, അവിടുത്തെ മക്ബറിന്റെ പേരെന്നെ മുട്ടുന്തല ഔലിയ എന്നാണ്. ആൾക്ക് പേരില്ല. ആ ഖബറിനകത്ത് കിടക്കുന്ന വ്യക്തിന്റെ എന്താ കിട്ടിയത്? ഒരു തല, ഒരു കാൽമുട്ട്. ഇത് രണ്ടും കൂടി കൂട്ടി പേരാണ് ഇട്ടു, മുട്ടുന്തല ഔലിയ റളിയല്ലാഹു. പൈസ വരുന്നുണ്ട്, മക്കാമുണ്ട്, ഔലിയാക്കന്മാരെ ദർജ കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഉറൂസ് നടക്കുന്നുണ്ട്, 3 ദിവസം ഗംഭീര മതപ്രഭാഷണം നടക്കുന്നുണ്ട്. ആരാ കിടക്കണത്? അതൊന്നും അറിയില്ല. കാൽമുട്ട്, തല കിട്ടിയാൽ മതി, എന്ത് കിട്ടിയാലും മതി. പൊന്തിക്കടന്ന അമ്പ് കിട്ടിയാ അപ്പൊ പോയിട്ട് നമ്മളെ നാട്ടിലത്തെ മനുഷ്യന്മാരുടെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴാ പറയുന്നത് ഇവർക്ക് ഖബർ സിയാറത്തില്ല, ഇവർ മരിച്ചാലും ഖബറിന്റെ അടുത്തേക്ക് ചെല്ലാത്ത ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാന്ന് പറയുന്നവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഞങ്ങൾ പറയാണ് നമ്മൾ ഖബർ സന്ദർശിക്കണം. യഥാർത്ഥ ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യണം. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവിടെ പ്രാർത്ഥിക്കാനുള്ളതാ. എന്നിട്ട് കിബിലക്ക് നേരെ തിരിയണം. പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് വേണ്ടി ഹംദും സലാത്തൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് ഖബർ സിയാറത്ത്. സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കണം, മരണം ചിന്ത ഉണ്ടാവണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഖബറിങ്ങ പോണ ഈ വണ്ടി വിളിച്ചു പോണ മനുഷ്യന്മാരും മരണം ചിന്തിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടെ ആന? എന്തിനാണ് ഡാൻസ്? എന്തിനാണ് ഗാനമേള? ഖബറിന്റെ പരിസരത്താണ് ഉത്സവങ്ങൾ, ഉറൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മരണം ചിന്തിക്കാനാണോ? ഇപ്പൊ നടക്കുന്നത് എന്താ? പുതിയങ്ങാടി നേർച്ചക്ക് നടക്കുന്നത് എന്താ? കൊണ്ടോട്ടി നേർച്ചയിൽ നടക്കുന്നത് എന്താ? ഒരു ഖബറുമായി ബന്ധപ്പെട്ട് നബിതങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരീ ഈദാ. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുതേ. അവിടല്ല, ബദരീങ്ങളുടെ ഖബർ നമുക്ക് കാണാൻ പറ്റും. അത് ചെന്നാൽ, ബദറിന്റെ പ്രദേശത്ത് ചെന്നാൽ ഉറൂസില്ല. ഉഹദ് ശുഹദാക്കന്മാർ, ഒറിജിനൽ ശുഹദാക്കന്മാർ, അവരുടെ ഖബറുകളിൽ ആണ്ടില്ല, ഉറൂസില്ല. നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അദബ് സൂക്ഷിച്ചവരാണ് അവര്. പിന്നെങ്ങനെയാ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യന്മാർ നോക്കൂ നിങ്ങൾ, വെറും 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ചിറ്റടി മേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമ്മളെപ്പോലെ ഒരു പ്രദേശത്ത്, മടവൂര് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് പുസ്തകത്തിൽ CM സ്മരണിക എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഖബർ സിയാറത്തിനെതിരല്ല. ഈ പറഞ്ഞ ഖബറിലേക്ക് പോകുന്നവർ എന്തിനാ പോണത്? അവിടെ കറാമത്തുണ്ട് തന്നെ പോണത്. ആരാണ് അയാൾ? CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ നമസ്കരിക്കാറില്ലായിരുന്നു. പുസ്തകത്തിൽ എഴുതിച്ച വാക്കാണ്. തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു. ഇങ്ങനത്തെ മനുഷ്യന്റെ ഖബറിങ്ങ ചെന്നിട്ട് നമ്മൾ പോയിട്ട് സങ്കടം ചെന്ന് പൊട്ടിക്കരയാൻ പോണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അത് ഇതിനെ എതിർക്കാണോ വേണ്ടത്? ഇതിനെതിർക്കും. അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾ വിചാരിക്കുകയാണ് ഇവർ ഖബർ സിയാറത്തില്ലാത്തവരാണെന്ന്. അല്ല, യഥാർത്ഥ സിയാറത്ത് നമ്മളെ പഠിപ്പിച്ചത് നബിതങ്ങളാണ്. അതിൽ പഠിപ്പിച്ച മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുന്നു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ നിരോധിച്ചതാണ്. അയ്യുജസ്സൽ ഖബറ, ഖബർ കുമ്മായമിട, വഅയ്യുഖഅദ അലൈ, ഖബറിങ്ങ പോയി ഇരിക്കുക, വഅയ്യുബ്ന അലൈ, ഖബറിങ്ങ കെട്ടിടമുണ്ടാക്കി ഉയർത്തിണ്ടാക്കുക.
ഖേദാണ് നമ്മുടെ നാട്ടിൽ. ഭീമാപ്പള്ളി ഉമ്മച്ചിൻ്റെ തിരുവനന്തപുരത്തെ ജാറം ലേലം ചെയ്യാൻ, നമ്മൾ നിലമ്പൂർ തേക്കൊക്കെ ലേലം ചെയ്യില്ലേ, ഇതേപോലെ ലേലം വന്നിക്കാണ്. 18 കോടിക്കാണ് ലേലം ചെയ്തത്. ഖബർ എന്തിനാ ലേലം ചെയ്യേണ്ട ആവശ്യം? ഇത് ബിസിനസ്സാണ്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു 40% പൈസ കൊണ്ട് ഒരു അന്നദാനം നടത്തും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര റാഹത്തായി. എന്നിട്ട് ആ ചോറ് കിട്ടാത്തതിന് നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നം ഉണ്ടായിക്കണ്. ഈ കഴിഞ്ഞ റമദാൻ 17 ബദിരീങ്ങളെ ചോറ്, ബദിരീങ്ങളെ അറിവിന്റെ ചോറ് കിട്ടാഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലിൽ കൂറ്റം പ്രശ്നം ഉണ്ടായിക്കണ്. ഒരു ചോറ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം പറഞ്ഞിട്ട്. എന്തിനേറെ പറയുന്നു, നേർച്ചകളുടെ പേര് പറഞ്ഞ് നടന്നിട്ടതിന്റെ കൂത്താട്ടങ്ങൾ കൊണ്ട് എത്ര സ്ഥലത്ത് ആന ചവിട്ടിക്കൊന്ന എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലെ ഖബർ സിയാറത്തിന് പോയാൽ ഒരാനും ചവിട്ടൂല. ഇസ്ലാം അല്ലാത്തതാണെങ്കിൽ നല്ല പരിക്കുണ്ടാവും. എന്നിട്ട് ഗാനമേളയും പരിപാടിയും മുറോസും ഖബറിന്റെ പേരും പറഞ്ഞിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞില്ല, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, യഹൂദി നസ്രാനികളെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അമ്പിയാക്കന്മാരുടെ ഖബർ പോലും സുജൂദിന്റെ കേന്ദ്രമാക്കിയവരാണ് അവര്. നിങ്ങൾ ഓലെപ്പോലെ ആകരുത് എന്നതിൻ്റെ അർത്ഥം. നബി മരിക്കണതിൻ്റെ 5 ദിവസം മുമ്പത്തെ വസിയത്താണത്. നിങ്ങൾ ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ചില പള്ളികള്, യതീങ്ങാനകള്, സ്ഥാപനങ്ങള് മഖാമുകളിലും ജാറങ്ങളിലും കിട്ടുന്ന പൈസ കൊണ്ടാണ്, വരുമാനം കൊണ്ടാണ് നിന്ന് പോണത്. ഇത് പറയുമ്പോഴാണ് ആളുകൾക്ക് നമ്മളോട് ദേഷ്യം. പക്ഷേ ഹക്ക് പറയുക എന്നത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. പഠിച്ച ഒരാളെ സംബന്ധിച്ച് പറയാതിരിക്കുക എന്നത് കുറ്റകരമാണ്. നമ്മൾക്കിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് പറയുക എന്ന ആവശ്യമാണ്. ആരെ ആക്ഷേപിക്കല്ല, ഇതാണ് കാര്യമെന്ന് പറയുക. നേർച്ച എന്നത് ഇസ്ലാം പഠിപ്പിച്ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ ഖുർആനാണ് നമുക്ക് ദീന് പഠിപ്പിച്ചെന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. നേർച്ച ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മൻ നദറ അൻ യുതി അല്ലാഹ്, അള്ളാഹിനെ അനുസരിക്കാൻ ഒരാൾ നേർച്ച ചെയ്തു, ഞാൻ 10 ദിവസം നോമ്പെടുക്കും, ഓക്കെ, ഞാൻ 100 പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും, ഓക്കെ, അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യമാണ്, ചെയ്യാം, അതനുസരിക്കാം. ഫലിയുത്യഹു, അവൻ അനുസരിക്കണം, അത് ചെയ്യട്ടെ. വമൻ നദറ അൻ യഅസില്ല, അള്ളാഹിനെ ധിക്കരിക്കാൻ ഒരാൾ നേർച്ചയാക്കുന്നു, ഞാൻ ഇനി മുതൽ 5 നേരം പള്ളിക്ക് പോകൂല, നിസ്കരിക്കൂല എന്ന് നേർച്ചാക്കി, അത് നടക്കൂല. ഞാൻ റമദാൻ മാസം ആദ്യത്തെ 10 ദിവസം നോമ്പെടുക്കൂല എന്നാണ് നേർച്ചാക്കി, നടക്കൂല. മൻ നദറ അൻ യഅസില്ല, അള്ളാഹിനെ ധിക്കരിക്കാൻ നേർച്ചയാക്കിയാൽ ഫലാ യഅസി, ഒരിക്കലും അവൻ ധിക്കരിക്കാൻ പാടില്ല. അപ്പൊ എന്തിനാ നേർച്ച? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹിന്റെ കന്ന് കൂലി കിട്ടാൻ വേണ്ടി സുന്നത്തായ പല കാര്യങ്ങളും അത് ഞാൻ നിർബന്ധമായി ചെയ്യാമെന്ന് പിടിക്കുന്ന ആ കരാറാണ് നദർ എന്ന് പറയുന്നത്. മതത്തിൽ നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു പുണ്യകർമ്മം നിർബന്ധമായി ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യലാണ്. തുഹഫ എന്ന കിതാബിന്റെ 10-ാം വാള്യത്തിലെ 67-ാമത്തെ പേജിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ നേർച്ച എന്ന പേരിൽ ആടുകളെ, കോഴിയെ മഖാമുകളിലേക്ക്, മഹാന്മാരിലേക്ക് നേർച്ചയാക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അത് ഇസ്ലാമിലെ നേർച്ചയല്ല. നേർച്ച ചോറിന്റെ പരിപാടി ഇസ്ലാമിൽ ഉണ്ടാകൂല. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ബലി കൊടുക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച ബലികർമ്മം എവിടെയാണ്? നബി തങ്ങൾ അവിടെ നിന്ന് ഉളുഹിയ്യത്തിന്റെ കാര്യം പറഞ്ഞു, അത് ചെയ്യണം. അത് ഇസ്മായിൽ നബിന്റെ പൊരുത്തം കിട്ടാനല്ല, ഇബ്രാഹിം നബിന്റെ പൊരുത്തം കിട്ടാനല്ല, അള്ളാഹിന്റെ ഖുർബത്ത് കിട്ടാനാണ്. ഹജ്ജിന് പോയവർ ഹജ്ജിന്റെ ഭാഗമായി ഒരു ബലി ഇറക്കാനുണ്ട്, അവർ അത് അവിടെ വെച്ച് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണത്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ബലിയാണ്. കുഞ്ഞ് പിറന്നാൽ അഖീഖ അറുക്കണം, അത് കുഞ്ഞിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹിന്റെ കന്ന് ഖുർബത്ത് കിട്ടാനാണ്, നബിന്റെ സുന്നത്ത് പാലിക്കുകയാണ്. പക്ഷേ റമദാൻ 17-ന്റെ അന്ന് നമ്മൾ ആരുടെ ഖുർബത്ത് കിട്ടാനാണ്? ഇത് ബദരീങ്ങളുടെ ഖുർബത്ത് കിട്ടാനാണ്. ജീലാനി ആണ്ടിന്റെ പേരിൽ നടക്കുന്ന ബലി ആരുടെ പേരിലാണ്? ജീലാനിയുടെ ഗുരുത്തും പൊരുത്തവും കിട്ടാൻ വേണ്ടിയാണ്. ഉളുഹിയ്യത്ത് അറുക്കാത്തവർ പോലും ഈ ആണ്ടുകളിലും ഈ അറവിലും പങ്കെടുക്കും. അതിനേക്കാൾ ഇഷ്ടം ഇതാണ്. അള്ളാന്റെ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും പറയുമ്പോൾ അതിനോട് ഇഷ്ടം ഉണ്ടാകൂല. പകരം മാലകൾ, മുഹയ്യദ്ദീൻ മാല, ഹദ്ദാദ്, റാത്തീബ്, മങ്കുസ് മൗലിദ്, ദീന് പഠിച്ചതായി, ദീന് പഠിപ്പിച്ച നബിയോ സ്വഹാബത്തോ മദ്ഹബിന്റെ ഇമാമിങ്ങളോ ആരും കണ്ടിട്ടേ ഇല്ല. ഈ പറഞ്ഞ കിതാബുകളുണ്ടല്ലോ, ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമിന് അറിയില്ല. കിതാബ് ഹദീസ് ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്മാർക്ക് അറിയില്ല. തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ കണ്ടിട്ടില്ല. ഈ കിതാബുകളുടെ ആകെ പഴക്കം മാക്സിമം പോയ 700 കൊല്ലാണ്.
ചിലതൊക്കെ 400 കൊല്ലം പഴക്കമുള്ളൂ. നമ്മൾ പറയണത് 1400 കൊല്ലം പഴക്കമുള്ള അള്ളാന്റെ ഖുർആനിലേക്ക് വരും. ഇതാണ് ഏറ്റവും പ്രതിഫലമുള്ള ഗ്രന്ഥം. ഇത് ഓതുന്നത് കൂലിയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സരണി. ഇത് മുറുകെ പിടിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ വേണം. അള്ളാഹനെ അനുസരിക്കണം. റസൂലിനെ അനുസരിക്കുകയും വേണമല്ലോ. സ്വാഭാവികമായും ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നബിന്റെ സുന്നത്ത് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ നബി തങ്ങളാ പഠിപ്പിച്ചത്. വിശ്വാസി അത് പാലിക്കുന്നയാളായിരിക്കും. രോഗിനെ സന്ദർശിക്കുമ്പോഴുള്ള മര്യാദകളുണ്ട്, അത് പഠിപ്പിച്ചത് നബി തങ്ങളാണ്. പള്ളി കയറുമ്പോഴുള്ള മര്യാദയുണ്ട്. എന്തൊരു കാര്യത്തിലും നബി പഠിപ്പിച്ചത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നബി പഠിപ്പിച്ചതൊക്കെ ചെയ്യുക, നബി പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കുക. നബി ദിക്റെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ. നബി നല്ലോണം ചൊല്ലാൻ പറഞ്ഞിട്ട് ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളമായി അല്ലാഹനെ സ്മരിക്കണം. ഹദീസിൽ പറഞ്ഞത് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹനെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവുകൾ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് ദിക്റാ ചൊല്ലേണ്ടത്? ഹാ ഹീ ഹു ആണോ? അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ത്വരീഖത്തിന്റെ ദിക്റാണോ? അല്ല. ഡാൻസ് ആണോ? അല്ല. ഇസ്ലാമിലെ ദിക്ർ വളരെ ശാന്തമാണ്, അല്ലാഹനെ ഓർക്കാനുള്ളതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന ദിക്ർ കൊണ്ടാണ്. ഇസ്ലാം പഠിപ്പിച്ച ദിക്റൊക്കെ ചൊല്ലണം. ദീൻ പഠിപ്പിക്കാത്ത ഒരു ദിക്റും നമ്മൾ ചൊല്ലാൻ പാടില്ല. ലാ കണ്ണ ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ, ഹാ ഹീ ഹൂഹ, ഹാ ഹീ ഹൂഹ. ഇത് ദിക്റായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ എതിർത്ത് നോക്കിയപ്പോൾ അവർ പറയും അയ്യോ നിങ്ങൾക്ക് ദിക്റില്ല. ഇതാണ് ഇതിലെ പ്രശ്നം. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ നമ്മൾ പാലിക്കേണ്ടവരാണ്. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോഴും ഗർഭിണികളായ ആളുകൾ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചാൽ എന്തിനാ ചില വീടുകളിലൊക്കെ ചെന്നാൽ മരണാസന്നനായ മനുഷ്യൻ അയാൾ അവസാനം പോയി സന്ദർശിക്കുമ്പോൾ പോലും കയ്യിൻ്റെ തണ്ണയിൽ, അരയിൽ, കാലിൽ ചരടും മേലസൊക്കെ 2-3 ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടൻസർ കണക്കിന് വെച്ചിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് പറയാണ് മൻ അല്ലക തമീമതൻ, ആരെങ്കിലും ഒരു ഏലസ് ബന്ധിച്ചാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനായിട്ടുണ്ട്. നമ്മളെ വാക്കല്ല. ആ സമയത്ത് മരണാസന്നനായ മനുഷ്യനിൽ കലിമ ചൊല്ലിക്കൊടുക്കണം. അവൻ സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസൊക്കെ വെച്ച് ഓതി കൊടുക്കണം. അവിടെ വെച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരുപാട് മര്യാദ ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇത്തരത്തിലുള്ള മാർഗം സ്വീകരിച്ചാൽ നബി തങ്ങൾ പറയാണ്, അനിസ്ലാമികമായ മന്ത്രങ്ങളും ഏലസും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കുന്ന കവചവും ശിർക്കുമാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ ഏലസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശിർക്കിന്റെ സാധനങ്ങളാണ്. അത് പൈശാചികമായ അനിസ്ലാമികമായ മന്ത്രങ്ങളും ഏലസും അള്ളാഹുവിൽ പങ്കുചേർക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള നൂലായാലും വളയായാലും ധരിക്കുന്നത് നബിയും സ്വഹാബത്തും കർശനമായി തടഞ്ഞിട്ടുണ്ട്. നബി പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ചെയ്യാൻ പാടില്ല. ഇനി മുഹറം മാസം വരാൻ പോകുകയാണ്. പലരും നഹ്സ് നോക്കുന്ന പ്രവർത്തനം കാണാം. കല്യാണമല്ല, വിരുന്നില്ല, തക്കാരല്ല. ആദ്യത്തെ 10 ദിവസം വളരെ മോശമാണ്. ആരാ പറഞ്ഞത്? നാട്ടിലുണ്ടാക്കിയതാണ്. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണെന്ന്. നമ്മളെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നും പറയല് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്നും എന്നെ പറയല്. നമുക്ക് ഒരു മോശപ്പെട്ട ദിവസവും ഇല്ല. നമ്മൾ സുബ്ഹി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന എല്ലാ ദിവസവും നല്ല ദിവസമാണ്. എന്നാൽ ഷിയാക്കൾ കൊണ്ടുവന്ന നഹ്സ് എന്ന വാദം നമ്മുടെ ഇടയിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. അതുകൊണ്ട് വിശ്വാസികളെ, ദീന് പഠിപ്പിച്ച ഏതേത് കാര്യങ്ങളിലും പ്രവാചകനെ മാതൃകയായി മുന്നോട്ട് പോയില്ലെങ്കിൽ ആ കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കില്ല. ഇത്തിബാഅ് ചെയ്യാതെ, നബിനെ പിൻപറ്റാതെ നമ്മുടെ കർമ്മം സ്വീകരിക്കപ്പെടില്ല. ഒരാൾ തുമ്മി. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അടുത്ത് വെച്ചുണ്ട്. അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താ ഈ പറയണത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് കൂടിയാണ് പറഞ്ഞു.
ഇബ്നു ഉമർ റളിയല്ലാഹു ചോദിച്ചു, നബി ഇതാണോ പഠിപ്പിച്ചത്? നബി പഠിപ്പിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ വേണ്ട, അൽഹംദുലില്ലാ മതി. സ്വലാത്ത് നല്ലതല്ലേ, ദിക്ർ നല്ലതല്ലേ, ആയത്തിൽ കുറിച്ച് നല്ലതല്ലേ, യാസീൻ നല്ലതല്ലേ? ആണ്. യാസീൻ നല്ലതാണെന്ന് വിചാരിച്ച് ഫാത്തിഹ ഓതുന്നതിന് പകരം നമ്മൾ ഓതാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പൊ യാസീൻ നല്ലതല്ലേ? ആണ്. ഇതിനെക്കുറിച്ച് സ്ഥലവും സന്ദർഭമൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ പാലിക്കാൻ ചെയ്യുകയാണ്. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോ അവിടുന്ന് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ അബിനബീകല്ലദീ അർസൽത, ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബി നബിക്ക് ചൊല്ലിക്കൊടുത്ത്, നബിയെ ഞാൻ കാണാതെ പഠിച്ചവനാണ്, ഞാൻ പറഞ്ഞേ. വബി റസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞു കൊടുത്തപ്പോ നബി പറയാണ്, പാടില്ല, ഞാൻ പറഞ്ഞത് വബി നബീക എന്നാണെങ്കിൽ അത് മതി. പിന്നെ അവിടെ വേറൊരു വാക്ക് ഫിറ്റ് ചെയ്ത് വേറെ മാറ്റാൻ പറ്റൂല. ഇത് ദീനാണ്. സ്വലാത്ത് നബി തങ്ങൾ എങ്ങനെയാ പഠിപ്പിച്ചത്? സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആനിലൂടെയാണ് പഠിപ്പിച്ചത്. എങ്ങനെയാണത് ചൊല്ലേണ്ടത്? സ്വലാത്ത് ഇബ്രാഹിമി പഠിപ്പിച്ചു തന്നു. വ്യക്തികളായ നമ്മൾ ഓരോരുത്തരും നബി തങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി ആ സ്വലാത്ത് ചൊല്ലണം. അത് ചൊല്ലാൻ മടിക്കുന്നവരൊക്കെ പിശുക്കന്മാരാണ്. എന്നാൽ സ്വലാത്തിന്റെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടോ? ഇല്ല. അത് നബി പഠിപ്പിച്ചിട്ടില്ല. അത് കച്ചവടക്കാരുണ്ടാക്കിയതാണ്. താജു സ്വലാത്ത് ഇസ്ലാമിലുണ്ടോ? ഇല്ല. കെഞ്ചുൽ അർഷ് ഉണ്ടോ? സിൽസിൽ ബൗലുണ്ടോ? ഇല്ല. ഇന്ന് ഇസ്ലാമികമായ കാര്യങ്ങൾ ചൂഷണത്തിന് വേണ്ടി പലരും ഉപയോഗിക്കുകയാണ്. എന്തിനൊക്കെ വേണ്ടേ? അപ്പൊ അതിന് കിട്ടിയതാണ് സ്വലാത്ത്. ഓൺലൈനിലൊക്കെ ഇരുന്ന് അങ്ങനെ ഉണ്ടാക്കുക, അവനവന് സൗകര്യമുള്ളത് അങ്ങനെ പറഞ്ഞ് പോരിഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുണ്ടാക്കുക, എന്നിട്ട് കുറച്ച് എത്തിയും കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാം, പേര് സ്വലാത്താണ് തുടങ്ങുക. ഈ സ്വലാത്തിന്റെ കറാമത്തോണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഓരോരുത്തരും സ്വലാത്ത് ഉണ്ടാക്കുക, എന്നിട്ട് സ്വലാത്ത് വാർഷികം, സ്വലാത്ത് പെട്ടി, സ്വലാത്ത് ഹൽക്ക, എല്ലാം ഇതിന്റെ പേര്. എന്നിട്ട് അതിൻ്റെയൊക്കെ ഗൂഗിൾ പേ നമ്പറും വെച്ച് പിരിവ് നടന്ന് തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടം ഭാഗത്തൊക്കെ ഇതേപോലെ സ്വലാത്ത് തുടങ്ങിയിട്ട് വമ്പൻ ജനക്കൂട്ടായിരുന്നു. അവസാനം സ്വലാത്ത് പൂട്ടിപ്പോകാണ്ടായ കാരണം, സ്വലാത്തിലേക്ക് വരുന്ന മനുഷ്യൻ ഒരു നാടക നടനെ വികലാംഗനായി കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ബക്കറ്റിൽ കൊണ്ടുപോയി പൈസ ഇടിപ്പിച്ചിട്ട് അയാൾ തിരിച്ച് സ്വലാത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഓടി നടന്നു പോണ രംഗം കാണിച്ചു കൊടുത്തു. അയാൾ അഭിനയിക്കായിരുന്നു. തിരിച്ചതിന് അന്വേഷിച്ച് ആളെ കണ്ടുപിടിച്ചപ്പോൾ കൊല്ലം ജില്ലയിലെ നാടക നടനായിരുന്നു. അപ്പൊ ഇയാളെ കൊടുന്ന് സ്വലാത്ത് നഗറിന്റെ പോരിശ പഠിപ്പിച്ചിട്ട് പൈസ ഇടിപ്പിച്ചിക്ക. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വികലാംഗനൊക്കെ മാറിയെന്ന് തെളിയിക്കുക. എത്ര ഉണ്ടായി നമ്മുടെ പരിസരങ്ങളിൽ. എന്തൊക്കെ സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകൾ നടന്നു, എന്തെല്ലാം ചൂഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ ജീവിത മാർഗമായിക്കൊണ്ട് ഇസ്ലാമിന്റെ അടയാളങ്ങളെ കൊണ്ട് നടക്കുന്നു ജീവിക്കാൻ. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട മുടി ഇതുവരെ ഒരു മനുഷ്യന് കിട്ടിയിട്ടില്ല. ഇമാം ബുഖാരിക്ക് കിട്ടിയില്ല, ഇമാം മുസ്ലിമിന് കിട്ടിയില്ല, ഇമാം ഷാഫി തങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ കേരളത്തിലെ ഇന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടി. ആലോചിക്കണം, ആ കിട്ടി എന്ന് പറയുന്ന മുടി ബോംബെയിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. ജാലിയൻ വാലയുടെ വൃത്തികെട്ട പല കച്ചവടങ്ങളുടെ ഇടയിൽ ഒരു കച്ചവടമായിരുന്നു ആ മുടി. അത് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വിൽക്കാൻ കൊടുത്തു. അപ്പൊ നിങ്ങൾ നബിന്റെ മുടിനോട് ഇഷ്ടമില്ലാത്ത, നബിന്റെ മുടിക്ക് അതിൻ്റെതായ എല്ലാ ബറക്കത്തും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സാധനം ചൂഷണാണ് പറഞ്ഞു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് പറഞ്ഞു. ഷെറേ മുബാറക്ക് എന്നിട്ട് വലിയൊരു ഒരു പള്ളി കൊണ്ടുവന്നുണ്ടാക്കാൻ വേണ്ടി പരിപാടി ഉണ്ടാക്കിയിരുന്നു. 40 കോടിന്റെ പള്ളി, ഈ മുടി നോക്കാൻ. ഈ മുടിയിട്ട വെള്ളത്തിന് കേരളത്തിൽ വില പറഞ്ഞു. 1 ലിറ്റർ വെള്ളത്തിന് 25,000 രൂപ. 25,000 രൂപക്ക് ആ മുടിവെള്ളം കേരളത്തിൽ ജനങ്ങളെ കുടിപ്പിച്ചു. ബോംബെയിലെ വൃത്തികെട്ട ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ആ മുടിയിട്ട വെള്ളം കേരളത്തിലെ പ്രിയപ്പെട്ട സാധുക്കളായ സാധാരണക്കാരായ മനുഷ്യരെ വായയിലേക്ക് വെച്ചു കൊടുത്തു. അന്നതിനെതിരെ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ഇവർക്ക് നബിന്റെ മുടിനോട് ഇഷ്ടമില്ലാത്തവരാണ്. തൊട്ടപ്പുറത്ത് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, അത് വ്യാജമുടിയാണ്, ഞങ്ങളടുത്ത് ഒറിജിനൽ മുടിയുണ്ട്. അത് കുടിക്കാൻ, അത് 1 ലിറ്റർ കിട്ടാൻ, ഒരു കുപ്പി വെള്ളം കിട്ടാൻ 10,000 രൂപ തന്നാ മതി, ഫ്രീ അല്ല. ഇങ്ങനെ ദിക്റായാലും പ്രാർത്ഥനയായാലും മുടിയായാലും നബി തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വ്യാജമായ ഒട്ടനേകം രീതികൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചപ്പോഴാണ്
ഇതിനെയെല്ലാം നമ്മൾ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. അള്ളാഹിന്റെ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വ്യാജ ത്വരീഖത്തുകൾ, കള്ളക്കറാമത്ത് കഥകൾ, ദീനിനോട് യോജിക്കാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പലതരം ഉറൂസുകൾ നടക്കുന്നു. ഇസ്ലാം വിരോധിച്ച ചികിത്സാ സംവിധാനങ്ങൾ നാട്ടിൽ കൊണ്ടുവരുന്നു. കുത്തുബിയത്തും മുഖ്താറാത്തീബും ജനങ്ങളെ പേടിപ്പെടുത്തുന്ന പലതും ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഇസ്ലാമിന്റെ സവിശേഷത. അത് 23 കൊല്ലത്തിനുള്ളിൽ നബി പൂർത്തിയാക്കിയ ദീനാണ്. അതിലേക്ക് ചേർക്കാൻ പറ്റൂല, അതിന്ന് ഒന്നും ഒഴിവാക്കാൻ പറ്റൂല. നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അതിലേക്കൊന്നും തള്ളിക്കയറ്റാൻ പറ്റൂല. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തായി മതത്തിനകത്തേക്ക് ഉണ്ടാക്കുന്നതൊക്കെ നാശമാണ്. അതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ്. ഹൗദുൽ കൗസർ എന്ന ശുദ്ധമായ പാനീയം കുടിക്കാൻ കിട്ടാത്തവനാണ് ബിദ്അത്തായ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കി തീർത്താൽ. ദീനിലില്ലാത്ത ഒരു നിസ്കാരം ഉണ്ടാക്കാൻ പാടില്ല, ദീനിലില്ലാത്ത ഒരു ദിക്ർ നമ്മൾ വക ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കിയിട്ട് ഇത് നബി ചെയ്തതാണ് എന്ന് പ്രചരിപ്പിക്കാനും പാടില്ല. ഒരുപാട് അപകടങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. നാളെ പരലോകത്ത് വന്നിട്ട് ചില മനുഷ്യർ പറയും, റബ്ബനാ ഇന്നനാ തഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങളുടെ സയ്യിദന്മാർ നേതാക്കന്മാരൊക്കെ ഹക്കാണ് പറയുന്നതെന്ന് വിചാരിച്ച് അനുസരിച്ചു പോയി റബ്ബേ, ഫാദല്ലൂന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ, ഞങ്ങളെ വഴികേടിലാക്കി റബ്ബേ. ഇനി എന്താ ചെയ്യ റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപം അവർക്ക് കൊടുക്കണേ. ഇവരെയാണ് ഞങ്ങളെ പറ്റിച്ചത് ദീനാണെന്ന് വിചാരിച്ചിട്ട്. വേറെ ചില മനുഷ്യന്മാരുണ്ട്, ഒന്നും കേൾക്കാൻ പോകൂല, ഒന്നും പഠിക്കാൻ പോകൂല. മുമ്പിൽ, കടന്റെ മുമ്പിൽ, വീടിന്റെ മുമ്പിൽ സ്വസ്ഥമായി കേൾക്കാൻ അവസരം കൊടുത്തു. നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന നരകിന്റെ വിറകായി ഞങ്ങൾ മാറൂലായിരുന്നു. ഞങ്ങൾ കേൾക്കൂല, ഞങ്ങൾ പഠിക്കൂല. അവരൊക്കെ പുത്തൻവാദികളാണ്, ഓരൊക്കെ ദീനിന്ന് പുറത്തായവരാണ്. അങ്ങോട്ട് വിചാരിച്ചാണ് മുദ്ര കുത്തി വെച്ചിരിക്കുക. ഈ പറയുന്നത് ഏത് ആയത്തെന്നാണ്, ഏത് ഹദീസ് എന്നാണ്, എന്താണ് ഈ പറയുന്നത് എന്ന് കേൾക്കാനും പോലും പോകാതെ വന്നാലുണ്ടാകുന്ന അപകടമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയ ഈ വെസ്റ്റ് പത്തനാപുരത്തിന്റെ ഏറ്റവും ഹൃദ്യമായ ഒരു നാട്, ശാന്തമായി ദീന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നാട്, ഈ നാട്ടിൽ പ്രിയപ്പെട്ടവരോട് പറയാണ്, നമ്മുടെ ജീവിതം ഇസ്ലാമികമായ വിശ്വാസത്തിലേക്ക് വരണം. നമ്മുടെ ജീവിതം നമ്മുടെ നബിതങ്ങളുടെ സുന്നത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. നമ്മുടെ കുടുംബം ഏറ്റവും മാന്യമായ നബിതങ്ങൾ ഏറെ പഠിപ്പിച്ച ഒരു ഇസ്ലാമിക മൂല്യങ്ങൾ നിറഞ്ഞ കുടുംബമായി മാറണം. ഭർത്താവ് എന്ന നിലക്ക് തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. ഭാര്യയോടും കുടുംബത്തോടുള്ള ബാധ്യതകൾ വിസ്മരിക്കരുത്. ഭാര്യ എന്ന നിലക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ വിസ്മരിക്കാതെ പോകരുത്. വിസ്മരിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഓർത്തുകൊണ്ട് മനസ്സിനെ, കടമകൾ, ബാധ്യതകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വാപ്പമാരെ, വെക്കേഷൻ കാലഘട്ടമാണ്. സമ്മറൈസ് പോലെ വ്യത്യസ്തങ്ങളായ അവധിക്കാല പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ദീനീ അന്തരീക്ഷം പഠിപ്പിക്കുന്ന അവസരങ്ങളുണ്ട്. അവരെ ശ്രദ്ധിക്കണം. ലഹരിയുടെയും ചീത്ത കൂട്ടുകെട്ടുകളുടെയും മായാവലയങ്ങളിലും അപകടങ്ങളിലും പെട്ട് നമ്മുടെ മക്കൾ നശിച്ചു പോകരുത്. ലഹരി ഇന്ന് പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കടകളിൽ സിഗരറ്റ് വിൽക്കുന്നവരെ നിങ്ങൾ ലഹരിയാണ് കച്ചവടം ചെയ്യുന്നത്. സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ലഹരിയാണ് വലിക്കുന്നത്. ഓരോരുത്തരും ആലോചിച്ചോ, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. നമ്മുടെ മക്കളെ സുരക്ഷിതമാക്കി മാറ്റാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സമ്മർ ക്വസ്റ്റ് പീസ് റേഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലത്ത് കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള അവസരങ്ങളാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, കുടുംബങ്ങളെ, രക്ഷിതാക്കളെ, മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിച്ച് നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ QHLS സംവിധാനങ്ങൾ, ഖുർആൻ ഹദീസ് പഠന ക്ലാസുകൾ നന്നായി ഉപയോഗപ്പെടുത്തി ഒരുമിച്ചതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പീസ് റേഡിയോ 24 മണിക്കൂർ ഇരിക്കുന്ന ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്യ്. പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ 24 മണിക്കൂർ നമുക്ക് ആശ്വാസം നൽകുന്ന, സമാധാനം തരുന്ന, നിർഭയത്വം തരുന്ന തൗഹീദിന്റെ ശബ്ദം കേൾക്കാൻ നെറ്റ് ഉണ്ടെങ്കിൽ, ഡാറ്റയുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായി പഠിക്കാൻ പറ്റുന്ന ദീനി റേഡിയോ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വീഡിയോകളും ഓഡിയോകളും ബുക്സും ഒക്കെ വായിക്കാൻ ജമീൽ ആപ്പ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നമുക്കത് ഉപയോഗപ്പെടുത്താൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു മടിയും കണ്ട് ഫ്രീ ആയിട്ട് ഉപയോഗപ്പെടുത്താം. പണം കൊടുക്കാതെ ഉപയോഗപ്പെടുത്താം. നേർപ്പദം വാരിക ഓരോ വീടുകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 രൂപയാണ് അതിൻ്റെ മാക്സിമം വില വരുന്നത് ഒരാഴ്ചത്തേക്ക്.
ആ ഒരു വീക്കിലി കൊണ്ട് നമ്മുടെ വീട്ടിൽ ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ പഠിക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ, കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് കേൾക്കാനും വായിക്കാനും പറ്റുന്ന നേർപ്പദം വാരികയുടെ വരിക്കാരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. CRE സംവിധാനങ്ങൾ ഹൈസ്കൂളിലും പ്ലസ് ടുവിലുള്ള മക്കൾക്ക് വേണ്ടിയുള്ള CRE ക്ലാസ്സുകൾ ഇതുപോലെ ദീന് പഠിക്കാനുള്ള അവസരമാണ്. ഇതൊന്നും കിട്ടാതെ പോയാൽ വെള്ളിയാഴ്ചകളിൽ ഖുതുബ കേൾക്കാൻ പോകും, ഒരു ശബ്ദം മാത്രം കേട്ട് ഇറങ്ങിപ്പോരുകയാണ്. യാതൊരു ഹലാലും ഹറാമും അവർക്ക് പഠിക്കാൻ അവസരമില്ല. മലയാളത്തിൽ ഖുതുബ പറയുന്ന പള്ളികളിലെ മനുഷ്യരും ഒന്നും പഠിക്കാതെ അറബിയിൽ ഖുതുബ കേട്ട് പോകുന്നവരും തമ്മിൽ എത്ര വലിയ വ്യത്യാസമാണ് സഹോദരങ്ങളെ. ഓരോ ആഴ്ചയിലും ഉത്ബോധനങ്ങളായി ജുമുഅകൾ നബി തങ്ങളുടെ കാലത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഒരു മലയാള ഖുതുബ കേൾക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസാനത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്തരത്തിലുള്ള ധാരാളം വിജ്ഞാന പ്രോഗ്രാമുകൾ ഇനി ഈ കരുന്ന ക്യാമ്പയിൻ കാലഘട്ടത്തിൽ വരാൻ പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തികമായും ശാരീരികമായുമുള്ള വലിയ ഒരു സഹായം ഈ സന്ദർഭത്തിൽ ഈ പ്രസ്ഥാനം ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈ പ്രദേശത്തെ ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികളായ ആളുകളൊക്കെ ഉണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു സംസാരം കൊണ്ട് ഒരാളുടെയെങ്കിലും മനസ്സിൽ ഇൽമിന്റെ യഥാർത്ഥ ദീനിന്റെ വെളിച്ചം കിട്ടുന്ന രൂപത്തിൽ ഈ ഒരു സദസ്സിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, എൻ്റെ സംസാരത്തിലെ ഏതെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും ഒരു പ്രയോഗങ്ങൾ പ്രയാസപ്പെടുത്തുന്ന ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന തെറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അത് പുറത്ത് മാപ്പ് നൽകണമേ എന്നും, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഏതെങ്കിലും സംസാരത്തിന്റെ ഭാഗങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംഘാടകരോട് ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കണമെന്ന് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ നന്മകൾ സ്വീകരിക്കുകയും പരലോകത്ത് സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ സന്തോഷത്തോടെ കയറി ചെല്ലുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, പ്രിയപ്പെട്ടവർ, ദീന് പഠിക്കണമെന്ന താല്പര്യത്തോടെ അവർ വന്നവരാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് എല്ലാ ശാരീരിക വേദനകളും വീട്ടിലെ ഭാരങ്ങളും എല്ലാം സഹിച്ചുകൊണ്ടും അള്ളാഹിന്റെ ദീന് കേൾക്കാൻ പഠിക്കാൻ ഈ ചൂടത്ത് അവർ വന്നിരുന്നുവെങ്കിൽ എത്ര മഹനീയമാണ്. ഇതുപോലെ ഇനിയും ഉയർന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ കഴിവും ആഫിയത്തും തഖ്വയും കരുത്തും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സംഘാടകർക്ക് ഇതിൻ്റെ വലിയ വെളിച്ചം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വെസ്റ്റിവത്തനാപുരത്തിൻ്റെ ലിസ്റ്റിൽ ഒരു നല്ല അധ്യായമായി ഇത് മാറുമാറാകട്ടെ. ഓൺലൈനിൽ ഇത് കാണുന്ന സഹോദരങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇതിലെ വിട്ടുപോയ ഭാഗങ്ങളെല്ലാം പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചില സൂചനകൾ മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, കേൾക്കാൻ ഒരുപാട് ഓഡിയോകളുണ്ട്. അള്ളാഹിൻ്റെ ദീന് പഠിക്കണമെന്ന് തുറന്ന ഒരു മനസ്സോടെ നമ്മൾ സമീപിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഹുദയുടെ ശിഫയുടെ ഗ്രന്ഥമാണ്. അല്ലാഹുവേ, നീ സ്വർഗ്ഗക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.